HTML എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ HTML എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ മാർക്കപ്പ് ലാംഗ്വേജ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആ ഒരു HTML ലാംഗ്വേജിനെ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു വെബ് ഡെവലപ്മെൻറ്റ് അതിൻ്റെ ബേസിക്സ് ടു അഡ്വാൻസ്ഡ്, ഓക്കെ, ടു ബി ലൈക്ക് എ പ്രോ, നമ്മൾ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് HTML എന്ന് പറയുന്നത് എൻ്റെ ഫുൾ ഫോം തന്നെ നമുക്കറിയാം, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഓക്കെ, നമുക്ക് നമ്മൾ കാണുന്ന എല്ലാ വെബ്സൈറ്റുകളും എല്ലാ വെബ് ആപ്ലിക്കേഷൻസും എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ HTML ആണ്. ഓക്കെ, ഇൻ കേസ് ഇപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ഒരു ഫ്രെയിം വർക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഭാവിയിൽ നിങ്ങൾ റിയാക്റ്റ് പഠിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ജാങ്കോ പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെ ബേസ് ആയിട്ടുള്ളതും HTML തന്നെയാണ്. ഇനി നിങ്ങൾക്ക് HTML-ഉം CSS ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക ഏരിയയിൽ നിന്നുകൊണ്ട് മാത്രം ഒരു എൻ്റയർ വെബ്സൈറ്റ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെ പോയാലും നിങ്ങൾക്ക് HTML എന്ന് പറയുന്ന സംഭവം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും HTML എന്ന് പറയുന്ന ലാംഗ്വേജ് മസ്റ്റാണ്. നമുക്കിപ്പോൾ IT ഫീൽഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് HTML-ൻ്റെ ആ ഒരു കരിയർ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഞാനിവിടെ മാക്കാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ വിൻഡോസ് സിസ്റ്റം ആയിരിക്കാം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിനക്സ് ആയിരിക്കാം. ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും HTML അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു ഫ്രെയിം വർക്ക് എല്ലാത്തിലും ഈക്വലി സപ്പോർട്ടഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ കൂടുതൽ സിമിലർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് എഡിറ്ററാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇൻറ്റിഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. ഈ സോഫ്റ്റ്വെയർ തന്നെ നിങ്ങൾക്ക് വിൻഡോസിലും അവൈലബിൾ ആണ്, ലിനക്സിലും അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എല്ലാം സിമിലർ ആയിട്ട് തന്നെ തോന്നും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ VS കോഡ് ഇൻസ്റ്റാൾഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജസ്റ്റ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ക്രോമിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അല്ലെങ്കിൽ VS കോഡ് ഫോർ നിങ്ങളുടെ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അത് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസ് അടിക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇതിനകത്തുള്ള ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ആസ് യൂഷ്വൽ നമ്മളെല്ലാ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇൻസ്റ്റലേഷൻ വിസാർഡ് വരും. അതിനകത്ത് നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ അല്ല നമ്മൾ ഇതിലേക്ക് എക്സ്റ്റേണൽ പാക്കേജസോ കാര്യങ്ങളൊന്നും തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഡ് ടൈപ്പ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ നമുക്ക് ഫയൽ മാനേജർ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഫയൽ എക്സ്പ്ലോറർ, അതിലേക്ക് പോവാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫയൽ എക്സ്പ്ലോറർ. നിങ്ങൾക്ക് C ഡ്രൈവ് ഉണ്ടാവാം, D ഡ്രൈവ് ഉണ്ടാവാം. ഓക്കെ, അതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അതിൻ്റെ എല്ലാ ഫയൽസിനെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ് ഫോർ മൈ വെബ് ഡെവലപ്മെൻറ്റ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തായിരിക്കും നമ്മുടെ എല്ലാ ഫയലുകളും സ്റ്റോർ ചെയ്യാം. നിങ്ങളുടെ സിസ്റ്റത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസിനൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ലൊക്കേഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റോ അല്ലെങ്കിൽ ഈ ഒരു ഫോൾഡർ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, കമാൻഡ് പ്രോംപ്റ്റൊക്കെ വിട്ടേരെ നമുക്ക് ഈ ഒരു ഫോൾഡറിനെ നേരെ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ട്. അപ്പോൾ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുക്കാം. ഓക്കെ, ഓക്കെ, നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം ഡെമോ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഒരു ന്യൂ പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഫയലിൽ പോയിട്ട് ന്യൂ വിൻഡോ എടുക്കാം. ഓക്കെ, ന്യൂ വിൻഡോ. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നേവിഗേഷൻ ചെയ്യാനുള്ളതാണ്. ഇവിടേക്കാണ് നമ്മൾ ഫോൾഡറുകൾ, ഫയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ട് ഡ്രാഗ് ചെയ്തിടാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ വിൻഡോസിലാണെങ്കിലും ലിനക്സിലാണെങ്കിലും ആ ഒരു ഫോൾഡറിനെ ജസ്റ്റ് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ ഒരു ഫോൾഡറാണ്, കണ്ടില്ലേ, വെബ് ഡെവലപ്മെൻറ്റ് ട്യൂട്ടോറിയൽ. അത് നമ്മുടെ എക്സാക്ട് സെയിം ഫോൾഡർ തന്നെയാണ്. ഇനി ഈ ഫോൾഡറിൻ്റെ അകത്ത് നമുക്ക് പുതിയ ഫയൽസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഡയറക്റ്റ് പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ വേണമെന്നുണ്ടെങ്കിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനി നമുക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ആണെങ്കിൽ ഫയൽ എക്സ്പ്ലോറർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമ്മളാകെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ അകത്താണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു
ഫയൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫോൾഡർ, നമ്മുടെ പ്രൊജക്റ്റ് സ്ട്രക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. നിലവിലിവിടെ നമ്മൾ ആ ഫോൾഡറിൻ്റെ അകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നമുക്കൊന്നും കാണാൻ പറ്റാത്തത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് കാണാമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഇവിടെ കാണാം. നിലവിലൊന്നും സെലക്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്കിവിടെ എന്തെങ്കിലും ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഓപ്പൺ ചെയ്യാനോ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് അല്ല കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ഓൺ ചെയ്തിടണം. ഓക്കെ, ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മൾ HTML യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ. HTMLൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറേഴ്സ് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇറേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കമ്പൈൽ ഇററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ഇപ്പോൾ C പോലെയുള്ള ലാംഗ്വേജസൊക്കെ ആണെങ്കിലും നമുക്ക് ഇറേഴ്സ് കുറേ വരും. ഓക്കെ, ഇതിനകത്ത് അങ്ങനെ ഇററില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ എപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. നമുക്കറിയാം HTMLൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ബ്രൗസർ വിൻഡോസിലാണ് ഓപ്പൺ ആയിട്ട് വരാം അല്ലേ. അപ്പോൾ നമുക്കിനി ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല, നമ്മളൊരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മളിവിടെ ഒരു അഡ്രസ്സ് അടിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റ് ലൈവായിട്ട് നമ്മുടെ ക്രോം ബ്രൗസറാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രൗസർ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ വരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും നിങ്ങളെല്ലാവരും റെഡിയായി നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇത്രയും നിങ്ങളെല്ലാവരും സെറ്റ് ചെയ്ത് റെഡി ആയിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടോ ഈ ഒരു ബട്ടൺ എന്ന് വെച്ചാൽ ന്യൂ ഫയലാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ കാണാം. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ഒരു ന്യൂ ഫോൾഡറിൻ്റെ ഓപ്ഷനാണ്. പിന്നെ ഇത് റിഫ്രഷ് ചെയ്യാനായിട്ടുള്ളത്, പിന്നെ ഇതെല്ലാം കൊളാപ്സ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, നമ്മളതൊന്നും നോക്കുന്നില്ല, നമ്മൾ ന്യൂ ഫയലാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും വേണമെങ്കിൽ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ന്യൂ ഫയൽ, ന്യൂ ഫോൾഡർ എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫയലിനൊരു പേര് കൊടുക്കാം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു HTML ഫയലാണെങ്കിൽ നമ്മുടെ ഒരു വെബ്സൈറ്റിന് വേണ്ടിയാണ് ഈ HTML ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഏതൊരു വെബ്സൈറ്റ് ആണെങ്കിലും അതിൻ്റെ ഡൊമൈൻ നെയിം, അതായത് ഇപ്പോൾ google.com ആണെങ്കിൽ google.com സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഒരു പേജ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ ഡയറക്റ്റ് കാണുന്ന, അല്ലെങ്കിൽ അതിന് നമ്മൾ ഹോം എന്ന് പറയാം, ഹോം പേജ്. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അതിന് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അതിനകത്തൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ പേജിലേക്ക് പോവാം. ഓക്കെ, അതൊക്കെ അതിൻ്റെ സബ് പേജുകളായിട്ടാണ് വരിക. നമുക്കൊരു മെയിൻ പേജ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഹോം പേജ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെപ്പോഴും നെയിം ചെയ്യേണ്ടത് ഇൻഡെക്സ് എന്നാണ്. ഓക്കെ, അതിന് നമുക്ക് ഇൻഡെക്സ് എന്ന് കൊടുക്കാം. നമുക്കറിയാം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു HTML ഫയലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .html ആണ്. ഓക്കെ, ഈ ഒരു .html നമ്മൾ എക്സാക്ട്ലി എന്തായാലും കമ്പൽസറി ആയിട്ട് കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ index.html ആണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറേ ഫയൽസ് ഉണ്ടാവും. ഓക്കെ, അത് ഇപ്പോൾ index.html ഉണ്ട്, index.css ഉണ്ട്, അല്ലെങ്കിൽ എബൌട്ട് പേജ് കാണിക്കാനായിട്ട് about.html എന്ന് പറഞ്ഞാൽ വേറെ ഫയൽസ് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഫയലുകൾ വരുമ്പോൾ നമ്മൾ ഇതിനെ ഒന്നിച്ച് ബ്രൗസറിലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന്, ഈ ഫയൽസിനകത്തുനിന്ന് ഏത് ഫയലിനെയാണ് ഫസ്റ്റ് ഫെച്ച് ചെയ്തിട്ട് ഹോം സ്ക്രീനിൽ കാണിക്കേണ്ടത് എന്നൊരു ഡൗട്ട് ഉണ്ടോ? ഓക്കെ, കാരണം ഇതിനകത്തിപ്പോൾ about.htmlൻ്റെ ഫയൽ ഉണ്ടാവും. അപ്പോൾ അതാണോ ഹോം പേജിൽ ഡയറക്റ്റ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ index.html ആണോ കാണിക്കേണ്ടത്? അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു റിസർവ്ഡ് വേർഡാണത്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ മെയിൻ പേജായിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ index.html എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ എൻ്റർ അടിച്ചാൽ അങ്ങനെ ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ആവും. അതായത് ഈ ഫോൾഡറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ ഫയലാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കിതിവിടെ കാണാം. ഓക്കെ, നമുക്കിവിടെ എന്തുവേണം ടൈപ്പ് ചെയ്യാം. നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് HTML കോഡാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും കിട്ടണമെന്നില്ല, കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ GitHubൻ്റെ കോപ്പൈലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അത് കുഴപ്പമില്ല, നമുക്കത് നിങ്ങൾ സീരിയസ് ആക്കി എടുക്കുന്നുണ്ട്, അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം ജസ്റ്റ്. ഓക്കെ, പക്ഷെ നമുക്ക് HTML നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ HTML അടിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ എനിക്ക് പ്രഡിക്ഷൻസ് ഒക്കെ വരുന്നില്ലേ, അതുപോലത്തെ സജഷൻസും പ്രഡിക്ഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് എന്താ പറയുക എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രഡിക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ടൈപ്പ് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഫുള്ളി നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഇങ്ങനെ പ്രഡിക്ഷൻസ് വരാണെങ്കിൽ നമുക്ക് സ്പീഡ് കുറച്ച് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷൻസിനകത്ത് വരാം. ഇവിടെ വന്നിട്ട് നമുക്ക് HTML എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ HTMLൻ്റെ സ്നിപ്പറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ എൻ്റെ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ CSS സപ്പോർട്ട് ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിടാം. HTML ബോയിലർ പ്ലേറ്റ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ കണ്ടോ, ഇപ്പോൾ ഈ ഒരു കോഡിൻ്റെ ഈ ഒരു എക്സ്റ്റൻഷൻ്റെ പ്രത്യേകം ഉണ്ടോ, കുറേ കോഡൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല, നമ്മൾ പഠിക്കാനാണല്ലോ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ ഇവിടെ HTML ടൈപ്പ് ചെയ്താൽ നമുക്കൊരു നോർമൽ HTML ആയിരിക്കും വരാം. നമുക്ക് HTML 2 വേർഷൻസ് ആയിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് HTML4 ഒന്ന് HTML5 ആണ്. ഓക്കെ, അപ്പോൾ HTML5 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു HTMLൻ്റെ വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് HTML5 നമ്മുടെ കോഡ് എഴുതാനായിട്ട് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ അതിന് നമ്മൾ എഴുതുന്ന കോഡ് HTML5 ആണെന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ അടിക്കണം. ആ ലൈനിനെയാണ് നമ്മൾ ഡോക് ടൈപ്പ് HTML എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഈ ഒരു നമുക്കറിയാം HTML-അകത്ത് എല്ലാ കീവേഡ്സും ടാഗ് ഈ ഒരു ഗ്രേറ്റർ ദാൻ ആൻഡ് ലെസ് ദാൻ ഈ ഒരു സിമ്പിളിൻ്റെ അകത്തായിരിക്കും വരാം. ഇവിടെ നമ്മൾ എന്തെങ്കിലും അടിച്ചു വെച്ചാൽ ഇതിനെയാണ് നമ്മളൊരു ടാഗ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എന്തെങ്കിലും അടിച്ചു വെച്ചാൽ അതൊരു ടാഗായിട്ട് ആക്ട് ചെയ്യണമെന്നില്ല, കാരണം അങ്ങനത്തെ ഒരു ടാഗ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ടാഗുകളൊക്കെ പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ HTML എന്ന് പറയുന്ന ടാഗ് ഉണ്ട്, ബോഡി എന്ന് പറയുന്ന ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ ഹെഡ് എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. ഇങ്ങനെ പല പല ടാഗുകളുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് ഇതിനൊരു HTML ആണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കേണ്ടത് ഈ ഒരു എക്സ്ക്ലമേഷൻ എന്നിട്ട് ക്യാപിറ്റൽ ലെറ്ററിനകത്ത് ഡോക് ടൈപ്പ് എന്നിട്ടൊരു സ്പേസ് ഇട്ടിട്ട് സ്മോൾ ലെറ്ററിൽ HTML. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു HTML കോഡിനകത്ത് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഒരു കോഡ് എന്ന് പറയുന്നത് HTML5 റൺ ആവുന്നതെന്നാണ്. ഓക്കെ, അതായത് ഇതിപ്പോൾ ഒരു HTML5 കോഡാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻ തൊട്ടിട്ടാണ് നമ്മുടെ എക്സാക്ട് HTML കോഡ് സ്റ്റാർട്ട് ആവുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡിക്ഷൻ വരുന്നത് നെക്സ്റ്റ് ലൈൻ എന്തായാലും HTML എന്ന് വരാനാണ് ചാൻസ് എന്നുള്ളത് നമ്മുടെ ഗിറ്റ്ഹബിൻ്റെ കോപ്പൈലറ്റ് ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വരുന്നതാണ്. നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വരിക ഒരു ഏറ്റവും എൻക്ലോസിങ് ടാഗുകൾ, അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും. ഓക്കെ, നമ്മുടെ HTML കോഡിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTML ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് HTML എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്കിവിടെ ഓട്ടോമാറ്റിക്കലി എൻക്ലോസിങ് വന്നിട്ടുണ്ട്, കാരണം നമ്മൾ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഓപ്പൺ ടാഗും ഒരു ക്ലോസിങ് ടാഗുമാണ് കിട്ടുന്നത്. ഓക്കെ, ക്ലോസിങ് ടാഗും ഓപ്പൺ ടാഗും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓപ്പൺ ടാഗിനകത്ത് നമുക്കൊരു സ്ലാഷോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ക്ലോസിങ് ടാഗിലാണെങ്കിൽ നമ്മുടെ ഈ ഒരു നെയിമിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു സ്ലാഷ് കാണാം. ഓക്കെ, ഒരു ഫോർവേഡ് സ്ലാഷ് കാണാം. ഓക്കെ, അതിനെയാണ് നമ്മൾ അതായത് ക്ലോസിങ് ടാഗിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ HTML കോഡ് എൻ്ററിൽ എങ്ങനെ വേണമെങ്കിലൊക്കെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവത്തിനകത്ത് വരുന്നത് മാത്രമേ നമ്മുടെ HTMLൻ്റെ ഇതിനകത്ത് കൺസിഡർ ചെയ്യാം, HTML കോഡായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഇതിന് കുറച്ച് സ്പേസ് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്താണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് വരാൻ പോകുന്നത്. ഇനി ഇപ്പോൾ നിലവിൽ ഇതിനകത്തൊന്നുമില്ല, നമ്മളൊരു ബ്ലാങ്ക് ആയിട്ടുള്ള HTML ഡോക്യുമെൻ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ വിഷ്വലി കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു HTML ഫയൽ നിലവിൽ ഒരു ഫയൽ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് ഈ ഒരു ഇവിടെ ഒരു ഐക്കൺ കണ്ടു, ഇതൊരു സർക്കിളാണ്. അതായത് നമ്മളിത് ഇവരെ ഈ ഫയൽ സേവ് ചെയ്തിട്ടില്ല, കാരണം നമ്മളിപ്പോൾ ഇത് ക്ലോസ് ചെയ്താൽ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിനകത്ത് പോവാം. സേവ് എസ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിവിടെ ഓൾറെഡി index.html ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് കോഡുകൾ അടിച്ചു, എന്നിട്ട് നമ്മൾ ഇതിനൊന്നും കൂടി ആ സെയിം ഇതിലേക്ക് തന്നെയാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സേവ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽ സേവ് ആയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Ctrl+S പ്രസ് ചെയ്താലും മതി. ഇപ്പോൾ മാക്കിലാണെങ്കിൽ Command+S പ്രസ് ചെയ്താലും മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് നമ്മുടെ ക്രോം ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഫയലിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഏത് ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്
അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ഇപ്പോൾ റിവീലിൻ ഫൈൻഡറാണ്, നിങ്ങളുടെ ചിലപ്പോൾ റിവീലിൻ ഫയൽ എക്സ്പ്ലോററിനോ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫയൽ എക്സ്പ്ലോററിൻ്റെ അകത്ത് നിങ്ങളുടെ ഫയൽ എക്സ്പ്ലോററിൻ്റെ അകത്ത് ആ ഒരു ഫയൽ എവിടെയാണോ അത് ഓപ്പണായി വരും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫയലിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന് ജസ്റ്റ് നമ്മുടെ ഒരു ക്രോമിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓപ്പൺ വിത്ത്, നമ്മളിപ്പോൾ ഇവിടെ ക്രോമാണ് ഓപ്പൺ വിത്ത് ക്രോം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു index.html ഫയൽ. ഇവിടെ നമുക്ക് ആ ഒരു HTML ഫയലിൻ്റെ അഡ്രസ്സ് കാണാം. നമ്മൾ ആ HTML ടാഗുകളുടെ ഉള്ളിൽ ഒന്നും കാര്യമായിട്ട് ടൈപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ നമുക്ക് തന്നെ ഒരു ബ്ലാങ്ക് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിനെ ഞാൻ ഈ ഒരു ഇത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്തു, Ctrl+S അടിച്ച് സേവ് ചെയ്തു. നമ്മളിവിടെ വന്നിട്ട് ഇതിനെ റിഫ്രഷ് ചെയ്താൽ നമുക്ക് ആ ടെക്സ്റ്റ് ഇവിടെ കാണാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു HTML വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു HTML ഫയൽ ഉണ്ടാക്കുക. ആ ഫയലിന് ചുമ്മാ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കോഡ് അവിടെ റൺ ആവും. കോഡിനകത്ത് എന്താണുള്ളത് അതവിടെ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് HTMLൻ്റെ ഒരു ഫസ്റ്റത്തെ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമുക്കിനി HTMLൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് വരാം. HTMLനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. HTMLൻ്റെ അകത്തുള്ള കണ്ടൻറ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറയുന്നതാണ് ഹെഡ്. ഓക്കെ, അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നതാണ് ബോഡി. ഈ ഹെഡ് ടാഗിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് അത്ര എന്താ പറയുക, നമ്മുടെ ഈ ഒരു സ്പേസിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. കാരണം ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഇതിൻ്റെ ടൈറ്റിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ്, ഈ വെബ്സൈറ്റ് തന്നെ റാങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, എക്സ്റ്റേണൽ ലൈബ്രറീസിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു പേജിൽ, അതായത് നമ്മുടെ ഈ ഒരു വിൻഡോ ഏരിയയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വിൻഡോൻ്റെ ഏരിയയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനൊക്കെയാണ് നമ്മൾ ബോഡി ടാഗിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ HTML ടാഗിൻ്റെ അകത്താണ് നമുക്ക് ഇതിനെ രണ്ട് സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റത്തെ സെക്ഷൻ നമുക്ക് ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബോഡി, ഈ ബോഡി നമ്മളവിടെ ഓപ്പൺ ചെയ്തത് നമ്മളിവിടെ എന്ത് ചെയ്യണം, സ്ലാഷ് ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, സ്ലാഷ് നോർമൽ ബോഡി ഓപ്പൺ ചെയ്തു, ബോഡിനെ സ്ലാഷ് ബോഡി വെച്ചിട്ട് ക്ലോസ് ചെയ്തു. ഇത് ഫസ്റ്റ് ഒരു പാർട്ടാണ്. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഹെഡ് ക്രിയേറ്റ് ചെയ്യണം. ഹെഡ് അതിൻ്റെ ക്ലോസിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് HTMLൻ്റെ അകത്ത് ഒരു ഹെഡ് പാർട്ടും ഒരു ബോഡി പാർട്ടുമാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നമ്മളിതിനെ സേവ് ചെയ്തിട്ട് ഇവിടെ നിന്നിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഹെഡിൻ്റെ അകത്ത് നമ്മളൊന്നും കൊടുത്തിട്ടില്ല, ബോഡിയുടെ അകത്ത് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഇവിടുത്തെ നമുക്കിപ്പോൾ കാണാം, ഇവിടെ index.html എന്നാണ് കിടക്കുന്നത്. കാരണം നമ്മുടെ ഇവിടെ ഒബ്വിയസ്ലി നമ്മുടെ ഫയൽ നെയിം index.html എന്നാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈറ്റിലാണ്. അതായത് നമ്മുടെ ഇപ്പം നിൽക്കുന്ന പേജിൻ്റെ, അതായത് index.html എന്ന് പറയുന്ന ഈ ഒരു പേജിൻ്റെ ടൈറ്റിലാണ് ഇവിടെ നമ്മൾ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടൈറ്റിലിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഹെഡ് ടാഗിൻ്റെ അകത്ത് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്കിവിടെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ക്ലോസിങ് വന്നു. ഓക്കെ, പക്ഷെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ക്ലോസിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ അതായിരിക്കും നമ്മൾ ടൈറ്റിലായിട്ട് ആക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വെബ് അല്ല HTML ട്യൂട്ടോറിയൽസ്. ഇനി നമുക്ക് ഈ ഒരു HTML ഫയലിനെ സേവ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഇവിടെ കണ്ടില്ല, നമ്മുടെ ടൈറ്റിൽ വെബ് HTML ട്യൂട്ടോറിയൽസ് എന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കറിയാം നമ്മുടെ ഹെഡ് ടാഗിൻ്റെ അകത്താണ് ടൈറ്റിൽ ടാഗ് വരിക. ഓക്കെ, അത് എപ്പോഴും ഓർത്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾ മെയിനായിട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജസിലെല്ലാനും ഈ ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മെയിൻലി ഈ ഒരു ഹെഡ് ടാഗ് യൂസ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് മെറ്റാ ടാഗ്, ലിങ്ക് ടാഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരിക. അതൊക്കെ എന്തിനാണെന്ന് ഞാൻ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡ് ടാഗ് നിലവിൽ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ റിയൽ പാർട്ടിലേക്ക് വരാം. അതാണ് നമ്മുടെ ബോഡി ടാഗിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. ഓക്കെ, ബോഡി ടാഗിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ഡിഫൈൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് ഇരിക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ നോക്കാം. അതായത് നമുക്ക് ഇവിടെ ഒരു പേരും താഴെ ഒരു സബ് ടൈറ്റിലും പിന്നെ അതിൻ്റെ താഴെ ഒരു ബട്ടൺ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യിക്കാം. ഓക്കെ,
അതെങ്ങനെയാണ് നമുക്കൊരു HTML കോഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് നോക്കാം. എന്തായാലും ഇത് നമുക്ക് ഈ ഒരു ഏരിയയിലാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മളത് എപ്പോഴും ടൈപ്പ് ചെയ്യേണ്ടത് ബോഡി ടാഗിൻ്റെ അകത്താണ്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ പേര് ഒരു ടൈറ്റിൽ പോലെയാണ് അല്ലെങ്കിൽ ഒരു ഹെഡിങ് പോലെയാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. നമുക്കിതൊരു വലിയ ഹെഡിങ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് H സീരീസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. H1 എന്ന് പറയുന്ന ടാഗാണ് ഏറ്റവും വലിയ ഹെഡിങ് ആയിട്ട് വരിക. അതുപോലെ തന്നെ H2 ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ H2 ടാഗ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ H3, അങ്ങനെ H6 വരെയാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സൈസിലുള്ള ടെക്സ്റ്റ് തന്നെ നോക്കാം ഫസ്റ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ H1 എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കോഡിങ് വിസാർഡ് എന്ന് ടൈപ്പ് ചെയ്താൽ ഇതായിരിക്കും നമ്മളുടെ ആ ഒരു ഹെഡിങ് ആയിട്ട് വരാം. ഓക്കെ, പക്ഷേ ഇത് എവിടെ വരാമെന്ന് വെച്ചാൽ ഇതിപ്പോൾ സേവ് ചെയ്താൽ ഈ ഒരു ഏരിയയിലായിട്ടായിരിക്കും വരാം. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ HTML ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ സൈഡിലായിരിക്കും വരാം. ഇനി നമ്മൾ കോഡ് ചെയ്യുന്ന എല്ലാത്തിനും സെൻറ്ററിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് സെൻറ്റർ ടാഗ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു H1 ടാഗിനെ സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിലേക്ക് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെൻറ്റർ എന്ന് പറയുന്ന ടാഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, സെൻറ്റർ. ഇനി നമുക്ക് ഈ ഒരു H1 ടാഗിനെ ഈ ഒരു സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിലേക്ക് ആക്കാം. ഇനി നമ്മളിതിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിഫ്രഷ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നമ്മളിതിനെ ഹൊറിസോണലി സെൻറ്റർ പൊസിഷനിലേക്ക് ആക്കി. ഈ സെൻറ്റർ ടാഗിൻ്റെ അകത്ത് എന്തൊക്കെ നമ്മൾ കൊടുത്താലും ഇത് ഈ ഒരു സെൻറ്റർ പൊസിഷനിൽ നിന്ന് ഇങ്ങനെ അലൈനായിട്ടായിരിക്കും വരാം. ഓക്കെ, നമുക്കിനി ഒരു സബ് ടൈറ്റിൽ പോലെ കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ പാരഗ്രാഫ് സ്റ്റൈലിലുള്ള ഒരു ടെക്സ്റ്റാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാരഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നോർമൽ ടെക്സ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് P എന്ന് പറയുന്ന ടാഗാണ്. അത് P ഫോർ പാരഗ്രാഫാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് P ടാഗ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാം ലെറ്റ്സ് ലേൺ HTML ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ഇത് നമ്മളൊരു സബ് ടൈറ്റിലായിട്ട് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ റിഫ്രഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ചേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കിവിടെ ഒരു സബ് ടൈറ്റിൽ വന്നു. ഇനി പാരഗ്രാഫ് മോഡിലാണ് നമ്മൾ സബ് ടൈറ്റിൽ അടിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺ എന്ന് പറയുന്ന ഒരു ടാഗ് നമുക്ക് അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ബട്ടൺ എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ക്ലിക്ക് മീ, ഓക്കെ, ബട്ടൺ ക്രിയേറ്റ് ചെയ്തു, സേവ് ചെയ്തു. ഇപ്പോൾ ക്ലിക്ക് മീ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റുള്ള ഒരു ബട്ടൺ നമുക്ക് അവൈലബിൾ ആവും. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്കിവിടെ ക്ലിക്ക് മീ എന്ന് പറയുന്ന ഒരു ബട്ടൺ വന്നു. ഓക്കെ, നമുക്ക് HTML എത്ര സിമ്പിളാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെയാണ് നമ്മളൊരു HTML സ്ട്രക്ചർ ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ഇതിന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ കോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം. ഇപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് യാതൊരുവിധ സ്റ്റൈലോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു ഡെക്കറേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു രീതിയിലുള്ള എന്താ പറയുക ഒരു വെബ്സൈറ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിവിടെ HTML മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് CSSനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. CSS എന്ന് പറഞ്ഞാൽ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. പക്ഷേ അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് HTMLൻ്റെ അത്യാവശ്യം ബേസിക്സ് ഒക്കെ അറിഞ്ഞിരിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് മീ എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ വരെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് അല്ലേ. ഇത് നമുക്ക് കുറച്ചും കൂടി താഴത്തേക്ക് ഇറക്കാം. അതായത് എനിക്കിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി സ്പേസ് വേണം. ഓക്കെ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതാണ് നമ്മുടെ സെൻറ്റർ ടാഗ്. ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു സെൻറ്റർ ടാഗിൻ്റെ അകത്താണ് ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻറ്റർ എന്ന് പറയുന്ന ടാഗിൻ്റെ മുകളിലേക്കാണ് നമ്മളൊരു സ്പേസ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റർ ടാഗിന് നമ്മളൊരു സ്റ്റൈൽ എന്ന് പറയുന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ആട്രിബ്യൂട്ട്. ഇതിൻ്റെ അകത്ത് ഈ ടാഗിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഈ ആട്രിബ്യൂട്ട്സിന് ഒരു കീ ഉണ്ടാവും, അതാണ് സ്റ്റൈല്. അതിനൊരു വാല്യൂ ഉണ്ടാവും, അതാണ് ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളിവിടെ കൊടുക്കാവുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മാർജിൻ ടോപ്പാണ്. ഓക്കെ, അതെന്തിനാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഓക്കെ, നമ്മളിവിടെ മാർജിൻ ഹൈഫൺ ടോപ്പ് എന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു കോളൻ ഇട്ടിട്ട് എത്ര സ്പേസാണ് നമുക്ക് മുകളിലേക്ക്, അതായത് ടോപ്പാണ് മാർജിൻ, ടോപ്പിലേക്കാണ് നമ്മൾ ഈ ഒരു മാർജിൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു 20 പിക്സലിൻ്റെ മാർജിൻ ആണെങ്കിൽ ഓക്കെ
നമ്മളിതിപ്പോൾ ഇവിടെ റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. കാരണം നമ്മളൊരു 20 പിക്സൽ മാർജിനാണ് മുകളിലേക്ക് ആഡ് ചെയ്തത്. പക്ഷേ എന്നാലും 20 പിക്സലിൻ്റെ ഒരു മാർജിൻ ഇവിടെ കാണിക്കണ്ടേ. പക്ഷേ നമുക്ക് ഈ ഒരു HTML ഡിഫോൾട്ടായിട്ട് കുറച്ച് ഇങ്ങനത്തെ സ്റ്റൈൽസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഡിഫോൾട്ട് മാർജിൻ, ഡിഫോൾട്ട് പാഡിങ്, ഡിഫോൾട്ട് ബോക്സ് സൈസിങ്, അങ്ങനത്തെ കുറച്ച് ഫീൽഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഒരു 20 പിക്സലിൻ്റെ അടുത്തുള്ള ഒരു മാർജിൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സ്പ്ലിസിറ്റ്ലി ആഡ് ചെയ്തിട്ടും അത് വരാത്തത്. നമുക്കിന്നെ റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 20ൽ മേളിലായിട്ട് ഒരു 100 പിക്സലോ അല്ലെങ്കിൽ ഒരു 50 പിക്സലോ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ മാർജിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും ഇപ്പോൾ ഈ ഒരു മൗസ് മൂവ് ചെയ്യുന്ന ഈ ഒരു ഏരിയ, ഇതാണ് ഇപ്പോൾ സെൻറ്റർ എന്ന് അസ്യൂം ചെയ്യുക. സെൻറ്റർ ടാഗിൻ്റെ അകത്ത് വരുന്നത് ഈ സെൻറ്റർ ടാഗിൻ്റെ ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ, ഈ ബോർഡറിൻ്റെ അകത്തുനിന്ന് ബോർഡറിൽ നിന്നും അതിൻ്റെ മേളിലോട്ട് ഒരു ഗ്യാപ്പ് ഇടണമെങ്കിൽ, ഓക്കെ, മേളിലേക്ക് കുറച്ചൊരു സ്പേസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർജിൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മാർജിൻ ടോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മേളിലേക്ക് മാത്രമേ നമ്മൾ മാർജിൻ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കാം, ലെഫ്റ്റിൽ കൊടുക്കാം, റൈറ്റിൽ കൊടുക്കാം, ബോട്ടം കൊടുക്കാം. ഓക്കെ, എല്ലാ സൈഡിലേക്കും നമുക്ക് ഇതുപോലെ മാർജിൻ ടോപ്പ്, മാർജിൻ ലെഫ്റ്റ്, മാർജിൻ റൈറ്റ് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാർജിൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഹാൻഡ് മെത്തേഡ് ഉണ്ട്, മാർജിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാ ഡയറക്ഷനിലേക്കും എടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡയറക്ഷനിലേക്കും 100 പിക്സൽ വെച്ചിട്ടുള്ള സ്പേസ് കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഇവിടെ മാർജിൻ എവിടെയാണ് ഒന്നും നമുക്ക് ഇവിടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കിനി ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഇതിനെ വിഷ്വലൈസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ബ്രൗസേഴ്സും, അത് ക്രോം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ സഫാരി ആയിക്കോട്ടെ, ഫയർഫോക്സ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട്. അതിനാണ് നമ്മൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്രൗസറിൻ്റെ എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഇൻസ്പെക്ട്. ഓക്കെ, ഈ ഒരു ഇൻസ്പെക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. നമ്മൾ ഈ ഒരു കോഡ് ഇത് നമ്മുടെ HTML കോഡാണ്. നമ്മൾ എക്സാക്ട്ലി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു HTML കോഡ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ ലൈൻസ് എന്തിനേക്കാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു മാർക്ക് നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഇത് HTMLൻ്റെ ഈ ഒരു ടാഗിൻ്റെ മുകളിൽ നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ അല്ലേ ഇത്രയും ഏരിയ, കംപ്ലീറ്റ് ഏരിയ നമ്മൾ ഈ HTMLൻ്റെ അകത്താണ് കവർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഹെഡ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ഹെഡ് ഒന്നും നമുക്ക് ഈ ഒരു ഏരിയയിൽ വിസിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഹെഡിനകത്ത് ഒന്നും വരാത്തത്. ഇനി നമുക്ക് ബോഡി, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോഡി ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, ബോഡി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് സെൻറ്റർ എന്ന് പറയുന്ന ടാഗുണ്ട്. ഓക്കെ, സെൻറ്റർ, ഇതിനകത്ത് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഏരിയ, ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ച ഏരിയ, അതാണ് നമ്മുടെ എക്സാക്ട്ലി സെൻറ്റർ ടാഗിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നത് അതാണ് നമ്മുടെ മാർജിനായിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, മാർജിൻ ഇവിടെ നമ്മൾ 100 പിക്സലാണ് കൊടുത്തിരിക്കുക. നമുക്കറിയാം എല്ലാ സൈഡിലേക്കും ഈ ഒരു 100 പിക്സലിൻ്റെ മാർജിൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ സൈഡിലേക്കും ഒരു 100 പിക്സലിൻ്റെ സ്പേസ് കൊടുത്തിരിക്കുക നമുക്ക് കാണാം. കാരണം നമ്മളിവിടെ ഇതാണ് കൊടുത്തിരിക്കുക. ഇനി നമുക്ക് ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ ഇത് നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിവിടെ 100 പിക്സലും മാറ്റിയിട്ട് ഒരു 50 പിക്സലിനാക്കുകയാണെങ്കിൽ, ഓക്കെ, എൻ്റർ അടിച്ചു. ഇപ്പോൾ കണ്ടോ, നമ്മളിവിടെ ഹോൾഡ് ചെയ്താൽ ആ ഒരു മാർജിൻ സ്പേസ് ചെറുതായിട്ടായിട്ട് നമുക്ക് കാണാം. ഓക്കെ, പക്ഷേ ഇത് ജസ്റ്റ് ടെമ്പററി ആണ്. നമ്മൾ ഈ ഒരു പേജ് റിഫ്രഷ് ചെയ്താൽ നമുക്ക് തിരിച്ച് നമ്മുടെ ഈ ഒരു ഒറിജിനൽ കോഡിലേക്ക് തന്നെ റിഫ്രഷ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻസ്പെക്ഷൻ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ഹൊറിസോണ്ടലി ഒരു 3 ബട്ടൺസ് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, 3 ബട്ടൺസ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ബട്ടൺ നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ സബ്സ്ക്രൈബ്. ഇനി വേറൊരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഒറ്റയടിക്ക് ലൈൻസിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Ctrl+C പ്രസ് ചെയ്യുക, എന്നിട്ട് Ctrl+V പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെയിം ലൈൻ ഇപ്പോൾ ഇതിനെ തന്നെ എനിക്ക് ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+C Ctrl+V പ്രസ് ചെയ്താൽ നമുക്ക് അതിനൊന്നൊരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കിട്ടും. ഇനി ഇവിടെ ഞാൻ ലൈക്ക്, കമൻറ്റ് ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ട് ഷെയർ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ക്ലിക്ക് മീനെ ഞാനിവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഇതിനെ അപ്പോൾ സേവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ ആ ബട്ടൺസ് എല്ലാവരും ഹൊറിസോണ്ടലി അലൈൻഡ് ആയിട്ട് വരും.
ഓക്കെ, ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മളിവിടെ ഇതിനെല്ലാം താഴെ തന്നെയാണ് കൊടുത്തത്. നമ്മുടെ H1 അങ്ങനെ തന്നെയാണ് കൊടുത്തത്, പാരഗ്രാഫ് സബ് ടൈറ്റിൽ അങ്ങനെയാണ് കൊടുത്തത്, ബട്ടൺസ് ഇങ്ങനെ ഓരോന്നോരോന്ന് കൊടുത്തു. പക്ഷെ ബട്ടൺസ് മാത്രം ഹൊറിസോണ്ടലി, അതായത് ഇങ്ങനെയാണ് നമുക്ക് അലൈൻ ആയത്. ബാക്കി എല്ലാവരും ഇങ്ങനെ വെർട്ടിക്കലി. ഇത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ ലെറ്റ്സ് ലേൺ HTML ഇൻ ഡീറ്റെയിൽ എന്ന് പറയും ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എന്തുകൊണ്ട് വന്നില്ല, ഇത് എന്തുകൊണ്ട് താഴത്തോട്ട് വന്നു. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഈ ലൈക്ക് ബട്ടൺ എന്തുകൊണ്ട് താഴെ വന്നില്ല, ഇത് എന്തുകൊണ്ട് റൈറ്റിൽ തന്നെ വന്നു. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് HTML അല്ലാത്ത മെയിനായിട്ട് വരുന്ന ഓരോ ടാഗുകളും അല്ലെങ്കിൽ ഓരോ എലമെൻറ്റ്സും, ഇത് നമുക്കൊന്നെങ്കിൽ ടാഗ് എന്ന് പറയാം അല്ലെങ്കിൽ എലമെൻ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എലമെൻറ്റ്സിന് 2 ടൈപ്പിലുള്ള എലമെൻറ്റ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് ബ്ലോക്ക് ലെവലും പിന്നൊന്ന് പറഞ്ഞാൽ ഇൻലൈൻ. ഓക്കെ, അതായത് ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് ഉണ്ട്, ഇൻലൈൻ എലമെൻറ്റ്സും ഉണ്ട്. ബ്ലോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ H1, P ടാഗ്, അതുപോലെ തന്നെ div, ഇങ്ങനത്തെ ടാഗുകളെല്ലാം ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് ആണ്. പക്ഷെ നമുക്കിവിടെ ബട്ടൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ B ടാഗ് അല്ലെങ്കിൽ I ടാഗ്, T ടാഗ്, അത് അങ്ങനത്തെ ഒത്തിരി ടാഗുകളുണ്ട്. ഇതെല്ലാനും ഇൻലൈൻ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇതൊരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു എലമെൻറ്റ് ഈ ഒരു എൻറ്റയർ സ്പേസിനെ എടുക്കും. കാരണം ഇതൊരു ബ്ലോക്കാണ്. ഫസ്റ്റ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഇൻലൈൻ എലമെൻറ്റ്സിനെ ഹൊറിസോണ്ടലി അലൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു കോഡിംഗ് വിസാർഡിൽ ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം അത് ആ ഒരു എൻറ്റയർ വിഡ്ത്തിന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഫുൾ സ്പേസ്, ആ ഒരു ബ്ലൂ ലൈൻ നിങ്ങൾക്ക് കാണാം. എത്രയാണ് അതിൻ്റെ വിഡ്ത്ത് ഉള്ളത് ആ ഫുള്ള് അവരെടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഫുൾ വിഡ്ത്ത് എടുക്കുന്ന എലമെൻറ്റ്സിനെയാണ് നമ്മൾ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പാരഗ്രാഫ് ആണെങ്കിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫുൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. പാരഗ്രാഫിൻ്റെ ആ ഒരു ബ്ലൂ കളർ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫുൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ബട്ടണിലേക്ക് വരാണെങ്കിൽ കണ്ടോ, അത് എത്രയാണോ ആ ഒരു ബട്ടൺ ഉള്ളത് അതിൻ്റെ ആ ഒരു സ്പേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ലൈക്ക് ആണെങ്കിൽ അത്രയും സ്പേസ്, കമൻ്റ് ആണെങ്കിൽ അത്, ഷെയർ ആണെങ്കിൽ ഇത്, അത്രയും ആ ഒരു സ്പേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻലൈൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫുൾ വിഡ്ത്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് ലെവൽ എലമെൻറ്റിനകത്ത് ഫുൾ വിഡ്ത്ത് ഓൾറെഡി കൺസ്യൂംഡ് ആയ കാരണം വേറൊരു എലമെൻറ്റിന് അതിൻ്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഇരിക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് അത് താഴത്തോട്ട് വരുന്നത്. ഇപ്പോൾ ഇൻലൈൻ ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അത് ഹൊറിസോണ്ടലി അലൈൻ ആയിട്ട് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബ്ലോക്ക് ലെവലും ഇൻലൈൻ എലമെൻറ്റ്സും തമ്മിലുള്ള ആ ഒരു വർക്കിംഗ് നടക്കുന്നത്. ഇനി നമുക്ക് HTML അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ് ടേബിൾ എന്ന് പറയുന്ന എലമെൻറ്റ്. ഇത് എല്ലായിടത്തും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ഈ ടേബിളും ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ തന്നെ വരണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ ടാഗിൻ്റെ അകത്ത് തന്നെയാണ് ടേബിളും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടേബിൾ ടാഗ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ടേബിൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്കറിയാം റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു റോ, ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതൊരു റോ, അങ്ങനെ പല റോസ് ഉണ്ടാവും. അത് തന്നെ ഇങ്ങനെ വെർട്ടിക്കലി കുറച്ച് കോളംസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു ഡാറ്റ ആയിരിക്കും. ഇതിനകത്ത് കുറേ ഡാറ്റാസ് ഉണ്ടാവും, കുറേ ടൈറ്റിൽസ് ഉണ്ടാവും. ആ ടൈറ്റിൽസിൻ്റെ നേരെ താഴെയായിട്ട് ഇങ്ങനെ കുറേ ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ടേബിൾസിന് നമ്മൾ HTML ക്രിയേറ്റ് ചെയ്യുന്നത് റോ വൈസ് ആണ്. ഓക്കെ, ഫസ്റ്റത്തെ റോ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് സെക്കൻഡ് റോ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് തേർഡ് റോ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ HTML-നകത്ത് റോസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു റോനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറഞ്ഞാൽ ടേബിൾ റോ എന്ന് പറയുന്ന ടാഗാണ്. അതിന് നമ്മൾ ഷോർട്ടാക്കി TR എന്നാണ് പറയുന്നത്. TR, അതാണ് ടേബിൾ റോ. അപ്പോൾ ഇത് നമ്മുടെ ഈ ടേബിളിലെ ഫസ്റ്റത്തെ റോ ആയിട്ടായിരിക്കും ഈ ഒരു ടാഗ് ആക്ട് ചെയ്യുക. ഇതിനകത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ അതിനെ ഫസ്റ്റത്തെ റോയിലായിട്ടായിരിക്കും എടുക്കുക. ഇതിനിപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ട് കൊടുത്താൽ ഇവിടെ നമുക്ക് ഒരു ടെക്സ്റ്റ് കാണാം. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ഒരു ടേബിളിൻ്റെ സ്ട്രക്ചറോ കാര്യങ്ങളോ കിട്ടുന്നില്ല. ഇതിപ്പോൾ പക്ഷേ അതിന് മുമ്പായിട്ട് ഇതിനോട് ഈ ഒരു ബട്ടൺസിൻ്റെ ഡയറക്റ്റ് റൈറ്റ് സൈഡിലാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം ടേബിൾ എന്ന് പറയുന്നത് ഒരു ഇൻലൈൻ എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻലൈൻ എലമെൻറ്റിനെ മാനുവലി ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴത്തോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ടാഗ് യൂസ് ചെയ്യും. ആ ടാഗിനാണ് നമ്മൾ BR ടാഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ടാഗിനെ നമുക്കിവിടെ യൂസ് ചെയ്യും. ഈ ബട്ടൺസിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് ആ ലൈൻ ബ്രേക്ക് ചെയ്യണം.
അപ്പോൾ ആ ലൈനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ BR ടാഗ് യൂസ് ചെയ്യാം. ഓക്കെ, BR ടാഗ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, empty ടാഗാണ്. അതായത് ഇതിനൊരു ഓപ്പൺ ടാഗോ ക്ലോസിങ് ടാഗോ ഇല്ല. ഇവിടെ നമുക്ക് ബട്ടൺസിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളിതിനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ BR ടാഗിന് അല്ലെങ്കിൽ ബ്രേക്ക് ടാഗിന് അങ്ങനെ ഒരു ഓപ്പൺ ക്ലോസ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഇല്ല. ഡയറക്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക സ്ലാഷ് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും വരാം. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് സ്ലാഷ് വരാം. കാരണം ഇത് ഇവിടെ വെച്ച് തന്നെ ഓപ്പൺ ചെയ്ത് അവിടെ വെച്ച് തന്നെ ക്ലോസ് ചെയ്തു. ഓക്കെ, അതാണ് നമ്മുടെ ഇങ്ങനെ നമ്മൾ ടാഗിനെ കൊടുത്താലുള്ള ഒരു പ്രത്യേകത എന്ന് പറയാം. ഇത് നമുക്ക് ഇതിനെ സേവ് ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്താൽ കണ്ടില്ലേ നമ്മുടെ ഒരു ടേബിളിൻ്റെ അകത്ത് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ താഴത്തോട്ട് വന്നു. ഇനി പക്ഷെ നമ്മളിതൊരു ടേബിളിൻ്റെ റോ ആണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ഒരു റോയിനകത്ത് ചുമ്മാ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യത്തില്ലല്ലോ. അതിനകത്ത് ചിലപ്പോൾ ഒരു ഹെഡിങ് ആയിട്ടായിരിക്കാം ആ ഒരു റോയിനകത്ത് കാര്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നോർമൽ ടെക്സ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹെഡിങ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഹെഡിങ് ആണെങ്കിൽ നമ്മൾ ആ ഹെഡിങ്ങിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് TH എന്ന് പറയുന്ന ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ടേബിൾ ഹെഡിങ്. ഓക്കെ, ഇതാണ് THൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സീക്വൻസ് നമ്പർ എന്ന് കൊടുക്കാം. ഓക്കെ, സീക്വൻസ് നമ്പർ എന്ന് കൊടുത്തിട്ട് റിഫ്രഷ് ചെയ്യാം. കാരണം ഇതൊരു ഹെഡിങ് ടൈപ്പിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് തന്നെ ബോർഡേഴ്സ് വേണം, ലൈൻസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ഈ ടേബിളിന് ബോർഡേഴ്സും ലൈൻസും ഡിഫോൾട്ടായിട്ട് ഇൻവിസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും അതിൻ്റെ വിഡ്ത്ത് തിക്നെസ് എന്നൊക്കെ പറഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിവിടെ കാണാൻ പറ്റാത്തത്. അപ്പോൾ അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിളിൻ്റെ അകത്ത് നമുക്ക് ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ബോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 1 പിക്സൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിത് നോക്കാം. 1 പിക്സൽ. ഓക്കെ, നമുക്കിവിടെ ഒരു 1 പിക്സലിൻ്റെ തിക്നെസ് വരുന്ന ഒരു ബോർഡർ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു റോയേ ഉള്ളൂ, ആ റോയിനകത്ത് ഒരൊറ്റ വാല്യൂ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു സിംഗിളായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ടേബിളിനകത്തുള്ള ഒരു നെക്സ്റ്റ് കോളം വാല്യൂ കൂടി നമുക്ക് ആഡ് ചെയ്യണം. സീക്വൻസ് നമ്പർ, നെയിം, ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റിൽസ് ആണ്. ഓക്കെ, അതിൻ്റെ താഴെ നമുക്ക് 1, 2, 3 അതൊക്കെയാണ് അതിൻ്റെ വാല്യൂസ്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽസിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക TH ടാഗാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ റോയിൽ നമ്മൾ ഒരു ടൈറ്റിൽ ആഡ് ചെയ്തു. ഇനി നമ്മളിതിനെ കോപ്പി ചെയ്യുക, അടുത്ത ടൈറ്റിൽ കൊടുക്കുക, അടുത്ത വാല്യൂ എന്ന് പറയുന്നത് നെയിമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, നെയിം എന്ന് കൊടുക്കുക. ഇനി അടുത്ത് ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു 3 കോളമുള്ള ഒരു സിംഗിൾ റോയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എത്ര തവണ ഇൻറ്റീരിയർ ടാഗുകൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും കോളംസ് ഇത് ജനറേറ്റ് ചെയ്യും. ഓക്കെ, കോളം ജനറേഷൻ ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു റോയിൽ 3 എലമെൻറ്റ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. 3ഉം TH ടാഗാണ്, അതായത് ടേബിൾ ഹെഡാണ്. ഓക്കെ, അതായത് ഹെഡിങ് ടാഗുകളാണ് ഇതെല്ലാം. ഇത് നമ്മൾ സേവ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്താൽ നമുക്കിവിടെ 3 കോളംസ് അവൈലബിൾ ആയിട്ട് കിട്ടും. 3 കോളം ഒരു സിംഗിൾ റോയും ആണുള്ളത്. ഇനി ഇവിടെ നമുക്കൊരു ഒട്ടും സ്പേസ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്കിവിടെ ഒരു ബ്രേക്ക് ടാഗും കൂടി ആഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു ലൈനും കൂടി ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഒന്നുകൂടി താഴത്തോട്ട് ഇറങ്ങും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസിനെ കൊടുക്കാം. സീക്വൻസ് നമ്പർ 1, 2, 3. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഡമ്മി നെയിം, ഒരു ഡമ്മി ഡിസ്ക്രിപ്ഷനും നമുക്ക് കൊടുക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ നെക്സ്റ്റ് റോയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു അടുത്ത ടേബിൾ റോനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ റോയിൻ്റെ അകത്ത് വരുന്നത് ടേബിൾ ഹെഡിങ് അല്ല. ഓക്കെ, ഹെഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടൈറ്റിലാണ് അല്ലേ. അതിൻ്റെ വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് ടേബിൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കതിനെ TD എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ TDയുടെ അകത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും കൊടുക്കുകയാണ്, അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് 1 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്കറിയാം ഒരു ബോൾഡ്നെസ് ഉണ്ട്, ഒരു തിക്നെസ് ഉണ്ട്. ആ ഒരു തിക്നെസ് ഉണ്ടാകത്തില്ല ടേബിൾ ഡിസ്ക്രിപ്ഷൻ കണ്ടില്ലേ. ഒരു നോർമലായിട്ടുള്ള 1 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നെയിമാണ് കൊടുക്കേണ്ടത്. അതായത് സെക്കൻഡ് റോയിലുള്ള സെക്കൻഡ് കോളത്തിൽ വരുന്ന വാല്യൂ അത് നമുക്കൊരു TD, നമുക്ക് നെയിം തൽക്കാലം ഇപ്പോൾ ഓക്കെ, പിന്നീട് നമ്മൾ TD, നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, യുവർ ട്യൂട്ടർ. സേവ് ചെയ്യാം. നമുക്ക് ഇതിനൊന്ന് റിഫ്രഷ് ചെയ്താൽ ഉണ്ട്.
നമുക്കിവിടെ സീക്വൻസ് നമ്പർ 1 നെയിം, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നു. ഇനി നമുക്ക് ഒരു റോയും കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇത് നമുക്ക് നിങ്ങൾ എത്രത്തോളം മാക്സിമം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ടായിരിക്കും, ടാഗുകളൊക്കെ കൺഫ്യൂഷൻ അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നതോറും കൂടുതൽ ഫെമിലിയർ ആവും. ഓക്കെ, നമുക്കിനി TD ടാഗ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് സെക്കൻഡ് സീക്വൻസ് നമ്പറിലേക്ക് അടുത്ത് നമുക്ക് നെയിമാണ് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ TD നെയിമിൻ്റെ അകത്ത് നമുക്ക് രാഹുൽ, TD ഗെയിം ഡെവലപ്പർ. ഓക്കെ, പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാം. TR നെക്സ്റ്റ് ടേബിൾ റോയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്തൊരു TD 3. ദെൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് മിഥുൻ വെബ് ഡെവലപ്പർ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റിഫ്രഷ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടേബിളിനകത്ത് അത്യാവശ്യം ഡാറ്റ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത്യാവശ്യം കണ്ടൻ്റ് ആയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബോർഡർ ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമുക്കിവിടെ കുറേ സ്പേസസ് ഉണ്ട് ഇല്ലേ? നമുക്ക് ഈ ബോർഡറിൻ്റെ ഇൻ ബിറ്റ്വീൻ ബോർഡേഴ്സിൽ നമുക്ക് കുറേ സ്പേസുകൾ കാണാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് സിംപ്ലി നമുക്ക് നമ്മുടെ ഇതിനൊക്കെ സ്റ്റൈൽ കൊടുത്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇനി അടുത്തായിട്ട് നമുക്കൊരു ഇമേജിനെ എങ്ങനെയാണ് നമ്മുടെ ഒരു വെബ് പേജിനകത്ത് അല്ലെങ്കിൽ ഒരു HTML യൂസ് ചെയ്യുന്നത്, നമുക്കൊരു ഇമേജിനെ എങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടാഗ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആ ടാഗിനാണ് നമ്മൾ IMG ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ IMG ടാഗ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് അഡ്വാൻസ്ഡ് ആയിപ്പോയി. ഓക്കെ, നമുക്കിവിടെ IMG ടാഗ് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഇമേജ് ടാഗ് എന്ന് പറയുന്നത് ഒരു empty ടാഗാണ്. നമ്മുടെ ഈ ഒരു BR ടാഗ് അല്ലെങ്കിൽ ബ്രേക്ക് ടാഗിനെ പോലെ തന്നെ ഒരു empty ടാഗാണ്. ഇതിനൊരു ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, ഒരു ക്ലോസിംഗ് ടാഗ് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഇമേജിന് നമുക്ക് വരുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ ഇമേജ് എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ എന്ത് ഇമേജാണ് കാണിക്കേണ്ടത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഈ ഫയലിനെ സേവ് ചെയ്തിട്ട് ഇവിടെ റിഫ്രഷ് ചെയ്താൽ നമുക്കിവിടെ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒരു ഇമേജ് വരാൻ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് വന്നിട്ടില്ല. അപ്പോൾ ഇമേജിന് ഏത് ഇമേജാണ് നമ്മളിവിടെ വരേണ്ടതെന്ന് ഉള്ളതിന് ആ ഒരു ഇമേജിൻ്റെ അഡ്രസ്സ്, അതിന് നമുക്കൊരു സോഴ്സ് ഉണ്ടാവണം അല്ലേ ആ ഇമേജിന്. അപ്പോൾ ആ സോഴ്സിന് നമുക്കിവിടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് SRC എന്ന് പറയുന്നൊരു ആട്രിബ്യൂട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഈക്വൽസ് ടു ഡബിൾ കോട്ട്സ്. ഈ ഡബിൾ കോട്ട്സിനകത്ത് നമുക്ക് ഈ ഒരു സോഴ്സ് അഡ്രസ്സ് നമുക്കിവിടെ കൊടുക്കാം. ഇത് ഒന്നെങ്കിൽ നമുക്കൊരു വെബ് URL കൊടുക്കാം, അതായത് ഒരു ഇമേജിൻ്റെ URL കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലോക്കലായിട്ട് നമ്മൾ ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഓൾറെഡി ഉള്ള ഒരു ഇമേജ് ആണെങ്കിൽ ആ ഇമേജിൻ്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് ആണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. ഓക്കെ, ഈ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അഡ്രസ്സ് എക്സാക്ട്ലി മാച്ച് ആയില്ലെങ്കിൽ ഇമേജ് പ്രോപ്പർലി ഷോ ചെയ്യത്തില്ല. അപ്പോൾ നമുക്കൊരു ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പുതിയൊരു ടാബിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഒരു എന്താ പറയുക, വെബ് ഡെവലപ്മെൻറ്റ് ഇമേജ്, നമുക്കതിനകത്ത് നിന്ന് ഈ ഒരു ഇമേജ് തൽക്കാലത്തേക്ക് എടുക്കാം. ഇതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, സേവസ് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് ഡയറക്റ്റ് ഡൗൺലോഡ്സിൽ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു ഇമേജ് ഉണ്ട്. ഓക്കെ, ഈ ഇമേജിനെ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിനകത്ത് ഇവിടെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇമേജിൻ്റെ കേസിൽ പലർക്കും വളരെയധികം പ്രശ്നങ്ങൾ വരാറുണ്ട്. അവരുടെ ഇമേജ് ലോഡ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ കറക്റ്റായിട്ട് അഡ്രസ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇമേജസ് പലപ്പോഴും ഡിസ്പ്ലേ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അവർ കൊടുത്ത പാത്തിലെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ എന്താണെന്ന് അവർ കറക്റ്റായിട്ട് അറിയാതെ വരുമ്പോൾ അവർക്ക് ഇമേജ് അങ്ങനെ ലോഡ് ചെയ്യാനായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിലും കോളേജിൽ പഠിച്ചിരുന്ന സമയത്താണെങ്കിലും ഒത്തിരി സ്റ്റുഡൻസിന് അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഇമേജ് ലോഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇമേജ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ലോഡ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റിന് മേക്ക് ഷുവർ ചെയ്യേണ്ടത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AVIF എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്തത്. അതിനോട് നമുക്ക് ഈ ഇമേജിനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനുള്ള ചാൻസസ് അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുക PNG, JPG അല്ലെങ്കിൽ WebP എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിലുള്ള
ഇമേജസാണ് നമ്മൾ കൂടുതലും വെബ്സൈറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലുള്ള ഇമേജ് ആയിരിക്കണം എന്നുള്ളത് നമ്മളൊന്ന് എൻഷുർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർമാറ്റിലുള്ള ഇമേജ് ഇത് ആ ഫോർമാറ്റിലല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു ഇമേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് നോക്കുകയാണ്. ഇവിടെ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. നമുക്കതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സേവ് ഇമേജസ് എന്ന് കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്കിവിടെ അതായത് ഈ ഇമേജിന് നമുക്കൊരു പേര് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഇനി നമ്മളതിൻ്റെ ഫയൽ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തൊരു PNG ടൈപ്പിലുള്ള ഇമേജാണ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഇപ്പോൾ വിൻഡോസിലാണെങ്കിൽ ഫയൽ എക്സ്പ്ലോററിൽ ഡൗൺലോഡ്സിൽ ഓഫീസിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കോഡാണ് അല്ലേ, നമുക്ക് ഇതിലേക്കാണ് ആ ഇമേജിനെ ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ പ്രൊജക്റ്റിൻ്റെ ആ ഒരു ഫോൾഡർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ index.html ഫയൽ സേവ് ആയി കിടക്കുന്ന സെയിം ലെവൽ ഓഫ് ഫോൾഡർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ index.html ഫോൾഡറിലാണ് നിൽക്കുന്നത്. അത് ഈ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ അകത്താണ് index.html ഉള്ളത്. അപ്പോൾ ഈ സെയിം ഫോൾഡറിൻ്റെ അകത്ത് തന്നെ വേറൊരു സബ് ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് IMG എന്ന് നെയിം ചെയ്യാം. ഓക്കെ, എന്നിട്ട് എല്ലാ ഇമേജസിനെയും ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിടാം. ഓക്കെ, ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. കാരണം നമുക്ക് ഇങ്ങനെ ചെയ്ത് നമുക്ക് മിസ്റ്റേക്സ് വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോൾഡറിൻ്റെ അകത്തേക്ക് ഇമേജസിനെ കൊണ്ടുവന്നിടാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇമേജിനെ ഇവിടെ നമുക്കൊന്നെങ്കിൽ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യാനായിട്ടൊന്ന് Ctrl+C നിങ്ങൾക്ക് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നിന്ന് കോപ്പി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, നിലവിൽ എനിക്കിപ്പോൾ പേസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ Ctrl+C. ഓക്കെ, നമ്മുടെ ആ ഇമേജ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇമേജിനെ റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ റീനെയിം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റീനെയിം കൊടുക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി ഈസി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇമേജ് 1 എന്നാണ് ഞാൻ ഒരു നെയിം ചെയ്യുന്നത്. ഓക്കെ, ഇനി എനിക്ക് ഈ index.html ഫയലിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഇമേജിനെ കോൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എങ്ങനെ കൊടുക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ സോഴ്സിനകത്ത് ചുമ്മാ image 1.png എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ആവത്തില്ല. ഓക്കെ, കാരണം ഇതൊരു അഡ്രസ് മോഡിലാണ് വർക്ക് ചെയ്യുക. അതായത് ഇതിപ്പോൾ index.html എന്ന് പറയുന്ന ഫയലാണിത് അല്ലേ. അപ്പോൾ ഈ ഫയലിൻ്റെ ലൊക്കേഷൻ എവിടെയാണോ അവിടെ നിന്നിട്ടുള്ള ഒരു റൂട്ട് മാപ്പാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു ഫയലുള്ളത് ഇപ്പോൾ ഈ ഫോൾഡർ ഞാൻ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോൾഡറിനകത്ത്, അതായത് ഇതിൻ്റെ റൂട്ട് ഫോൾഡറിനകത്തുള്ളത് index.html-ഉം IMG എന്ന് പറയുന്ന ഒരു ഫോൾഡർ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നിന്ന് img.png എന്ന് വിളിക്കുകയാണെങ്കിൽ അത് ഈ സെക്ഷനിൽ ഡയറക്റ്റ്ലി ഗിവൺ അല്ല. അതായത് index.html ഉള്ള ആ സെയിം ലെവലിൽ അല്ല ഈ ഒരു ഇമേജ് കിടക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ഒരു ഫോൾഡറിൻ്റെ അകത്താണ് ഇമേജ് കിടക്കുന്നത്. ഈ ഫോൾഡർ, അതായത് ഈ IMG എന്ന് പറയുന്ന ഫോൾഡർ ഈ index.html സെയിം ലെവലിലാണ് വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ റൂട്ട് ഫോൾഡറിൻ്റെ അകത്ത് ചുമ്മാ വേറെ നെസ്റ്റഡ് ഫോൾഡേഴ്സിലല്ല ഈ രണ്ട് ഒബ്ജക്റ്റും കിടക്കുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് സെയിം ലെവലിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ഫയലിൻ്റെ അകത്ത് നിന്ന് IMG ഫോൾഡറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അഡ്രസ്സിന് ഡയറക്റ്റ് കൊടുക്കുന്നതിന് പകരം ആദ്യം തന്നെ നമ്മളിതിൻ്റെ ഇവിടെ നിന്ന് അതിലേക്ക് പോകാനുള്ള പാത്ത് നോക്കുക. ഇതിനകത്ത് നമുക്ക് ആദ്യം ഇമേജിൻ്റെ ഫോൾഡറിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമേജിൻ്റെ ഫോൾഡറിൻ്റെ ആ ഒരു നെയിം അടിക്കുക, എന്നിട്ടൊരു സ്ലാഷ് ഇടാം. ഓക്കെ, അതായത് ഈ ഫോൾഡറിൻ്റെ അകത്ത് ആണ് നമ്മുടെ ഈ ഒരു ഇമേജ് എടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഇമേജിൻ്റെ നെയിം എൻ്റർ ചെയ്യാം. ഓക്കെ, img1. അപ്പോൾ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി പ്രഡിക്ഷൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പാത്ത് ഇവിടെ നമ്മൾ കൊടുത്തു. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തല്ല, ഓക്കെ, ഇതിന് പുറത്താണ്, ഇതിൻ്റെ സെയിം ലെവലിൽ തന്നെയാണ് നിങ്ങൾക്ക് സേവ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനിങ്ങനെ ഫോൾഡറിൻ്റെ അകത്ത് പോയിട്ട് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്താലും ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ ഞാനിതിനെ സേവ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ, നമ്മുടെ ഇമേജ് ഇവിടെ ലോഡായിട്ടുണ്ട്. ഇനി ഇൻ കേസ് ഇവിടെ നമ്മുടെ ഇമേജ് ഇല്ല, ഓക്കെ, നമ്മുടെ ഇമേജ് ഈ ഫോൾഡറിൻ്റെ അകത്താണെങ്കിൽ നമുക്കിനെ ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്താൽ കണ്ടില്ല, ഇതാണ് നമുക്ക് കിട്ടുന്ന എറർ.
അതായത് ഇമേജ് പ്രോപ്പറായിട്ട് ലോഡ് ആവുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മുടെ ആ ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു എങ്ങനെയാണ് നമ്മൾ ആ ഇമേജിലോട്ട് പോകുന്നത്, ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് index.html ഉള്ള ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ആ ഇമേജിലേക്ക് പോകുന്നത്, ആദ്യം ഇമേജിൻ്റെ ഫോൾഡറിൻ്റെ അകത്തേക്ക് പോവുക, എന്നിട്ടാണ് ഇമേജ് എടുക്കുന്നത്. ഓക്കെ, ആ സെയിം ഫോർമാറ്റിൽ തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ആദ്യം ഇമേജ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്തേക്ക് പോവുക, എന്നിട്ട് ഇമേജ് എടുക്കാം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്തിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്താൽ ആ ഇമേജ് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടും. ഇൻ കേസ് നമ്മുടെ ഈ ഒരു index.html കിടക്കുന്നത് വേറൊരു ഫോൾഡറിൻ്റെ അകത്താണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് നമ്മളിവിടെ HTML എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കി, അതിൻ്റെ അകത്താണ് നമ്മുടെ ഈ ഒരു index.html കിടക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ 2 ഫോൾഡറാണുള്ളത്. ഫസ്റ്റ് തന്നെ HTML ഫോൾഡർ, അതിനകത്താണ് index.html ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ image1.png എന്ന് വെച്ചിട്ടാണ് നമ്മൾ കോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് വർക്കാവത്തില്ല. ഓക്കെ, കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ റിഫ്രഷ് ചെയ്താൽ കണ്ടോ, ഇവിടെ നമുക്ക് ഓൾറെഡി ആ ഒരു ഫയലേ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവീൽ ഇൻ ഫൈൻഡർ കൊടുക്കാം. ഇതിനെ നമ്മൾ റീ ഓപ്പൺ ചെയ്യണം, കാരണം ഇതിൻ്റെ അഡ്രസ്സ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ വിത്ത് ക്രോം കൊടുത്താൽ ഓക്കെ ഇങ്ങനെ വരും. ഇവിടെ നമുക്കിപ്പോൾ കാണാം നമ്മുടെ ഇമേജ് ഇവിടെ ലോഡായിട്ടില്ല. ഓക്കെ, ഇമേജ് ലോഡായിട്ടില്ല, ഒരു മിനിറ്റ്. ഓക്കെ, ലോഡായിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ പാരൻറ്റ് ഫോൾഡറിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള ഈ ഇമേജിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഫയലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാരൻറ്റ് ഫോൾഡറിലേക്ക് പോവാം. അതായത് നമ്മുടെ HTML എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൻ്റെ ലെവലിലേക്ക് നമ്മൾ വരാം. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ./ ആണ്. നമ്മളിവിടെ ./ കൊടുക്കണം. ഓക്കെ, നമുക്കിത് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ ./ കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഈ ഫയൽ എവിടെയാണോ ഇതിൻ്റെ പാരൻറ്റ് ഫോൾഡറിൻ്റെ ആ ലെവലിലേക്ക് പോകും. അത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ലെവലിലാണ്. നമ്മൾ ഇത്രയും നേരം ഈ ഒരു ലെവലിലായിരുന്നു. ./ കൊടുത്തപ്പോൾ നമ്മൾ അതിൻ്റെ ഫോൾഡറിൻ്റെ ലെവലിലേക്ക് വന്നു, അതായത് തൊട്ട് മുമ്പത്തെ ആ ഒരു ഹയർ ലെവലിലേക്ക് വന്നു. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഇമേജ് എന്ന് പറയുന്ന ഈ ഫോൾഡറിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഇമേജ് എന്ന് പറയുന്ന ഫോൾഡറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇമേജിൻ്റെ അകത്തുള്ള ഈ ഒരു image1നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ image1.png എന്ന് കൊടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ഈ ബോഡി ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ് ഏരിയ ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ബോഡി ഏരിയ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൊജക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മുടെ index.html ഇമേജസിൻ്റെ ഫോൾഡറിലായിരിക്കും നമ്മുടെ ഇമേജസ് എല്ലാവരും കൊണ്ടുവന്നിടാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാ വെബ്സൈറ്റ് നമ്മൾ ഫുള്ളി ക്ലിയർ ചെയ്തു, നമ്മുടെ ബോഡി ഏരിയ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ലാൻഡിങ് പേജാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബൈക്കിൻ്റെ ഒരു ലാൻഡിങ് പേജാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ലാൻഡിങ് പേജിനകത്തൊരു ന്യൂ ബാർ ഉണ്ടാവും, നമ്മുടെ കമ്പനിയുടെ ലോഗോ അതൊക്കെ വെച്ചിട്ട് ഒരു ഹെഡർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, പിന്നെ ഇവിടെ കുറച്ച് മെനു ഓപ്ഷൻസ് ലൈക്ക് ഹോം, എബൌട്ട് അസ്, സർവീസസ്, കോൺടാക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ന്യൂ ബാർ ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു നമ്മൾ കവാസാക്കി നിഞ്ച H2R ഒരു ലാൻഡിങ് പേജാണ് ചെയ്യാൻ പോകുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഒരു ബൈക്കിൻ്റെ ഒരു ഇമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ സൈഡിൽ ഒരു ഇമേജ് ഉണ്ടാവും. എന്നിട്ട് ഒരു സൈഡിൽ അതിൻ്റെ ഒരു വലുതായിട്ടൊരു ഹെഡിങ് ഉണ്ടാവും, പിന്നെ ഒരു സബ് ടൈറ്റിൽ ഉണ്ടാവും, പിന്നെ ഒരു ഗെറ്റ് സ്റ്റാർട്ടർ ഒരു ബട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ ബുക്ക് നൗ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ഒരു ലാൻഡിങ് പേജാണ് ഇന്നിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു H2R ആ ഒരു ബൈക്കിൻ്റെ ഒരു ഇമേജ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് എടുത്തു വെച്ചിട്ട് എന്താ പറയുക, നമ്മളൊരു വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, ഇതെല്ലാനും ഓക്കെ. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു എന്താ പറയുക, ഒരു ബൈക്കിൻ്റെ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് കോപ്പി ചെയ്താലും മതി. കാരണം നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകാൻ പാടില്ല, ഫുള്ളി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇതായിരിക്കണം. അതായത് നമുക്ക് ബൈക്കിൻ്റെ ഈ ഒരു ഇമേജ് മാത്രം മതി, ബാക്കി എല്ലാവരും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മളിത് കോപ്പി ചെയ്തിട്ട് നമ്മൾ BG റിമൂവർ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റിലേക്ക് പോവാം. ഓക്കെ, എന്നിട്ട് ആ ഇമേജിന് ജസ്റ്റ് നമ്മളൊന്ന് പേസ്റ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് നമ്മുടെ AI ഉപയോഗിച്ചിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് വരും. നമ്മളിങ്ങനെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. HDയിൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ,
എന്നിട്ട് നമ്മളിവിടെ പോവുക, നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യുകയാണ് ഞാൻ H2R എന്ന് പറഞ്ഞിട്ട്. ഇതിനെ കോപ്പി ചെയ്തിട്ട് നമ്മളുടെ ഇമേജസിൻ്റെ ഫോൾഡറിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ H2R ബൈക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ലാൻഡിങ് പേജ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളുടെ ഈ ഒരു ബ്ലാങ്ക് പേജിനെ ഒന്ന് മോഡേൺ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ CSSലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മളൊരു CSS ഫയലിനെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ CSS എന്ന് പറയുന്ന ഈ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്, ഇത് നമ്മൾ HTML ഡോക്യുമെൻറ്റിനെ ഡെക്കറേറ്റ് ചെയ്യാനും കൂടുതൽ സ്റ്റൈൽഫുൾ ആക്കാനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഇത് നമുക്ക് 3 രീതിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻലൈൻ, ഒന്ന് ഇൻറ്റേർണൽ, വേറൊന്ന് എക്സ്റ്റേണൽ. ഓക്കെ, ഈ മൂന്നിനും ബേസിക്കലി 3 പർപ്പസാണ്. അതായത് 3 സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ 3 രീതിയിലുള്ള CSS ഫയൽസിന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഇതൊരു ടാഗിൻ്റെ, ഇതെല്ലാനും ഓരോരോ ടാഗുകളാണ്, അതായത് HTML ടാഗുകളാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ HTML എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോരോ ടാഗിൻ്റെ അകത്ത് നമ്മൾക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കിട്ടും. ഓക്കെ, സ്റ്റൈൽ, ഈ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അതായത് ഈ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മാർജിൻ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പോലെ നമുക്ക് മാർജിൻ ചേഞ്ച് ചെയ്യാം, ഡിസ്പ്ലേ ബ്ലോക്ക് ലെവലാക്കണോ, ഇൻലൈൻ ആക്കണോ, ഇൻലൈൻ ബ്ലോക്ക് ആക്കണോ, അല്ലെങ്കിൽ ഫോണ്ട് ഫാമിലി, ഫോണ്ട് സൈസ്, ഫോണ്ട് വെയ്റ്റ്, ഫോണ്ട് സ്റ്റൈല്, ഫോണ്ട് ഡിസ്പ്ലേ, ഇങ്ങനത്തെ ഒത്തിരി ഓപ്ഷൻസ് നമുക്കവിടെ കിട്ടും. ഇതെല്ലാം CSS പ്രോപ്പർട്ടീസാണ് ആക്ച്വലി. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിന് മാത്രമായിട്ട് നമുക്ക് അതിനൊരു യൂണിക് സ്റ്റൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മളിങ്ങനെ ഒരു ഇൻലൈൻ സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് നമുക്ക് മൾട്ടിപ്പിൾ എലമെൻറ്റ്സിന് സെയിം സ്റ്റൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻലൈൻ സ്റ്റൈലുകൾ യൂസ് ചെയ്യാറില്ല. കാരണം അതൊരു ഡ്യൂപ്ലിക്കേഷൻ പോലെ ആയിരിക്കും ആക്ട് ചെയ്യുക. നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് സെയിം സ്റ്റൈൽ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, സെയിം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ സ്റ്റൈൽ. ഇൻറ്റേർണൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻറ്റയർ വെബ് പേജിന്, വെബ്സൈറ്റിനല്ല വെബ് പേജിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റൈലിനെയാണ് ഇൻറ്റേർണൽ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബേസിക്കലി കൊടുക്കാറുള്ളത് നമ്മുടെ ഈ ഒരു ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിട്ടാണ്. ഓക്കെ, ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗുണ്ട് നമുക്ക്. ഓക്കെ, സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ടാഗുണ്ട്. ഇതിനകത്ത് നമുക്ക് ഓരോരോ എലമെൻറ്റ്സിനെയും അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഓരോ ടാഗിനെയും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എനിക്ക് ബോഡിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ ബോഡിയുടെ കളർ മാറ്റണം. ഇപ്പോൾ ഇവിടെ വൈറ്റ് അല്ലേ, നമുക്ക് അതിൻ്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് ബോഡി എന്ന് ടൈപ്പ് ചെയ്യുക. എനിക്കിപ്പോൾ ഇവിടെ പ്രഡിക്ഷൻ വരുന്നുണ്ട്, കാരണം ഗിറ്റ്ഹബിൻ്റെ കോപ്പൈലറ്റ് യൂസ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ നിങ്ങളത് നോക്കണ്ട, നമ്മളിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നമ്മൾ സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ CSS റൈറ്റ് ചെയ്യുന്നത് നമ്മൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ആയിരിക്കും കൊടുക്കുക. ഇത് നമ്മുടെ ഏത് ഒബ്ജക്റ്റിനെയാണോ നമ്മൾ റെഫർ ചെയ്യുന്നത്, പിന്നെ കേളി ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് അതിൽ നോക്കി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റൈൽസാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറിനാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് നമ്മളുടെ പ്രോപ്പർട്ടി നെയിമാണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി നെയിം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണിത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു കോളൻ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കളർ വാല്യൂ, ഏത് കളറാണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ബോഡിയുടെ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിന് ചുമ്മാ വൈറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി വൈറ്റ് എന്ന് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെക്സാഡെസിമലിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, അതൊന്നും നമുക്കിവിടെ വിഷയമല്ല. ഡിഫോൾട്ട് വൈറ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ലൈറ്റ് ബ്ലൂ എന്നാണ് പ്രഡിക്ഷൻ വന്ന്. ഓക്കെ, നമുക്ക് ലൈറ്റ് ബ്ലൂ കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിവിടെ റിഫ്രഷ് ചെയ്താൽ നമുക്കിവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളർ ബോഡിയാണ് കിട്ടുക. അതായത് ഇതാണ് നമ്മളുടെ ബോഡി ഏരിയ. അപ്പോൾ ബോഡി ഏരിയയുടെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമ്മൾ ലൈറ്റ് ബ്ലൂ ആയിട്ട് സെറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ബോഡി ഏരിയയിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കണ്ടൻറ്റ് വന്നാലാണ് നമുക്ക് കുറച്ചുകൂടി സ്റ്റൈൽ ചെയ്യുമ്പോൾ അത് നമുക്ക് വിഷ്വലി കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഒരു നേവ് ബാർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നേവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ നേവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഈ നേവിഗേഷൻ ബാർ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു ഹെഡറിൻ്റെ അകത്താണ് യൂഷ്വലി ഇത് വരാറുള്ളത്. ഓക്കെ, അതായത് ഹെഡർ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും അതിൻ്റെ മെയിനായിട്ട് നിൽക്കുന്ന ഒരു പ്രൊജക്റ്റഡ് ഏരിയ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴായിരിക്കും അത് മെയിനായിട്ട് നിൽക്കുന്ന പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഹീറോ ഏരിയ, അല്ലെങ്കിൽ ഒരു ബാനർ പോലെ വലിയ ബാനർ, പിന്നെ
സൈഡിലൊരു ഇമേജ് ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ. ഓക്കെ, അങ്ങനെയുള്ളൊരു സിംഗിൾ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഏരിയ, അതിനാണ് നമ്മൾ ഹെഡർ എന്ന് പറയും. പിന്നെ അത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക. സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ മേളിലായിട്ട് നമ്മൾ ആ കാണുന്ന വലിയ ബാനറിൽ കാണുന്ന ഒരു കളർഫുൾ സീനറി, അതിനെയാണ് നമ്മൾ ഹെഡർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെഡറിൻ്റെ അകത്ത് വരുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഈ ഒരു നേവ് ബാർ. അപ്പോൾ ഈ ഹെഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെഡർ ഓഫ് കോഴ്സ് നമ്മുടെ ബോഡിയുടെ അകത്താണ് വരുന്നത്. ഹെഡും ഹെഡറും തമ്മിലുള്ള ഡിഫറൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഹെഡും ഹെഡറും തമ്മിലൊരു റിലേഷനില്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിങ്ങനെ ടൈറ്റിൽ മെൻഷൻ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ സീസ് പ്രോപ്പർട്ടീസ്, ഇൻറ്റേർണൽ സ്റ്റൈൽസിന് ആഡ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ മെറ്റാ ഡാറ്റാസ് ആഡ് ചെയ്യാനായിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു ബോഡി ഏരിയയിലല്ല, അല്ലാതെയുള്ള ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ടാബിൻ്റെ ടൈറ്റിൽ, SEO കാര്യങ്ങൾ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഇതൊക്കെ നടക്കുന്നതും നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു ഹെഡിൻ്റെ അകത്താണ്. പിന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ടാബാണ്, അതായത് ഹെഡർ എന്ന് പറയും. ഹെഡർ എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ലൈക്ക് ഒരു എന്താ പറയുക ടാഗാണ്, ഒരു കണ്ടെയ്നർ പോലത്തെ ടാഗാണ്. കാരണം അതിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ എലമെൻസിനെയും മൾട്ടിപ്പിൾ ടാഗുകളെയൊക്കെ ഹോൾഡ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഡിവ് ടാഗൊക്കെ നമ്മൾ പഠിക്കും, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു സിമിലർ സ്ട്രക്ചർ തന്നെയാണ്. പക്ഷേ ഓരോ പർപ്പസിന് അവർ ഓരോരോ സെപ്പറേറ്റ് ടാഗുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. ഓക്കെ, ഈ ഹെഡർ ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ഏരിയയിലാണ് നമ്മൾ ഈ ഹെഡറിനെ ഉൾക്കൊള്ളിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹെഡറിൻ്റെ അകത്ത് നമ്മളൊരു നേവ് ബാർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നേവ് ബാർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ, ആ ഒരു നേവ് ബാറിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിനെ സറൗണ്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടാഗാണ് നേവ് എന്ന് പറയുന്ന ടാഗ്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് നമ്മളുടെ നേവിഗേഷൻസ് കാര്യങ്ങളെല്ലാം. ഓക്കെ, നമ്മളുടെ ഹോമിൻ്റെ ഐക്കൺ കൊടുക്കുന്നത്, പിന്നെ റൈറ്റ് സൈഡിലുള്ള ഹോം, എബൌട്ട്, സർവീസസ്, കോണ്ടാക്റ്റസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിനകത്താണ്. ഇനി നമുക്ക് നമ്മളുടെ ഒരു വിഷ്വൽ ഇതിലേക്ക് ഡയറക്റ്റ് കിടക്കാം. ഇനി നമ്മളിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ, ഇവിടെ നല്ല നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്താൽ ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് ചുമ്മാ കൊടുത്തിട്ടുള്ളൂ, വേറെ ടാഗിൻ്റെ അകത്തൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഏരിയയിലായിട്ട് കവാസാക്കി നിഞ്ച H2R അല്ലെങ്കിൽ ആ ഒരു കവാസാക്കിയുടെ ബ്രാൻഡിൻ്റെ ആ ഒരു ലോഗോയാണ് നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കറിയാം, നമുക്ക് ലോഗോൻ്റെ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കവാസാക്കി ലോഗോ PNG സെർച്ച് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലോഗോ, ഓക്കെ, നമുക്കിതിനെ കോപ്പി ചെയ്തിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കാം. ഓക്കെ, നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. അങ്ങോട്ട് വരാം, ഇതിനൊന്ന് റീനെയിം ചെയ്തിട്ട് കോപ്പി ചെയ്യുക. ഓക്കെ, ഇമേജസിൻ്റെ അകത്ത് വന്നിട്ട് നമ്മളിതിനെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ കവാസാക്കിയുടെ ആ ഒരു ലോഗോ പോലത്തെ ഒരു ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഇമേജിനെ നമ്മുടെ നേവിഗേഷൻ ബാറിൽ ഫസ്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇമേജ് ടാഗാണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇമേജിനെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് IMG ടാഗ് അല്ലേ. ഈ ഒരു ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളൊരു സോഴ്സ് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് ഇമേജിനെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ ഇമേജിൻ്റെ അഡ്രസ്സ് നമ്മൾ ഇതിനകത്താണ് കൊടുക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇമേജ്, അല്ലെങ്കിൽ kawasaki.png എന്ന് പറയുന്ന ഇമേജ് കിടക്കുന്നത് ഈ ഒരു IMG എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഫോൾഡറിൻ്റെ അകത്തേക്ക് പോവാം, എന്നിട്ട് kawasaki.png. ഓക്കെ, നമ്മൾ ഈ എക്സ്റ്റൻഷൻ കമ്പൽസറി ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്കത് സേവ് ചെയ്തിട്ട് നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളുടെ ആ ഒരു ഇത് നമുക്കിവിടെ വന്നിട്ടുണ്ട്, അതായത് നമ്മുടെ ലോഗോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഒത്തിരി സൈസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇമേജസ് എന്ന് പറയുന്ന ഈ ടാഗിൻ്റെ അകത്ത് നമുക്ക് വേറൊരു ആട്രിബ്യൂട്ട് കിട്ടുന്നുണ്ട്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 150 പിക്സൽ എന്നുള്ള രീതിയിലൊരു വിഡ്ത്ത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 150 പിക്സൽ ഓക്കെയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ബ്ലാക്ക് കളറിലേക്ക് നമുക്ക് മാറ്റാൻ പോകും. നമ്മളൊരു ഡാർക്ക് തീമിലുള്ളൊരു
വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ലാൻഡിങ് പേജാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളിവിടെ CSS പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ബോഡിക്ക് നമ്മൾ ഡാർക്ക് കളർ കൊടുത്ത്, അപ്പോൾ നമുക്കിവിടെ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കളർ കൊടുക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെക്സാഡെസിമൽ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ 212121 കൊടുത്താലും നമുക്കൊരു ഏകദേശം ഒരു ഡാർക്ക് ഗ്രേഡിയൻ്റ് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇങ്ങനൊരു ഡാർക്ക് കളർ നമുക്ക് കിട്ടും. ഇങ്ങനെ കംപ്ലീറ്റ്ലി ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ 0000 കൊടുത്തിട്ട് ഒരു 6 0 അടിച്ചാലും അല്ലെങ്കിൽ 3 0 അടിച്ചാലും നമുക്ക് കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഹോം വേണം, എബൌട്ട് വേണം, കോണ്ടാക്ട്സ് വേണം. ഓക്കെ, ആ 3 ഓപ്ഷൻസാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ 3 ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം വരുന്ന ഈ നെയിവ് ബാറിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മൾ നെയിവ് ടാഗിൻ്റെ അകത്തായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഫസ്റ്റ് തന്നെ ഇതൊരു കണ്ടിന്യൂസ് നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ എലമെൻറ്റ്സിന് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു ലിസ്റ്റ് പോലെയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കൊരു നോർമൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് HTML-ൻ്റെ അകത്ത് മെയിൻലി 2 ടൈപ്പ് ലിസ്റ്റാണ് വരുന്നത്. ഇവിടെ നമ്മൾ ലിസ്റ്റ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, ലിസ്റ്റ് മെയിൻലി 2 ടൈപ്പ് ലിസ്റ്റാണ് വരുന്നത്. ഒന്ന് അൺഓർഡർ ലിസ്റ്റും വേറൊന്ന് ഓർഡർ ലിസ്റ്റും. അൺഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ അല്ലെങ്കിൽ 1 2 3 4 അങ്ങനെ പറയുന്ന നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ചുമ്മാ ഒന്നെങ്കിൽ വല്ല സർക്കിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ വല്ല സ്റ്റാർ വെച്ചിട്ടോ ഡിസ്ക് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഓരോ ഐറ്റത്തിന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇത് നമ്മൾ ഓർഡർ ലിസ്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ ഐറ്റത്തിൻ്റെ ഫ്രണ്ടിലും ഒന്നെങ്കിൽ 1 2 അല്ലെങ്കിൽ ആ ഒരു ഓർഡറിങ് നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സോർട്ടഡ് ഓർഡറിലായിരിക്കും അത് വരാം. ഓക്കെ, അതെന്താ സംഭവം എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു അൺഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അൺഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അൺഓർഡർ ലിസ്റ്റിൻ്റെ UL, അതായത് അൺഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്നൊരു UL എന്ന് പറയുന്നൊരു ടാഗ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഈ ടാഗിൻ്റെ അകത്ത് നമുക്ക് ലിസ്റ്റ് ഐറ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് LI എന്ന് പറയുന്നൊരു ടാഗ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സേവ് ചെയ്തിട്ട് നോക്കിയാൽ ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റാണ്. ഇവിടെ എൻ്റെ ഒരു ചെറിയൊരു ഡോട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഡിസ്ക് എന്ന് പറയാം. ഓക്കെ, ചെറിയൊരു ഡോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സർക്കിള്, ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇത് ഒരു അൺഓർഡർ ലിസ്റ്റാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ലിസ്റ്റ് ഐറ്റം കൂടി ക്രിയേറ്റ് ചെയ്യാം. ലിസ്റ്റ് ഐറ്റം, അതിന് നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം. റിഫ്രഷ് ചെയ്താൽ ഓക്കെ, അത് നമ്മുടെ രണ്ടാമത്തെ ലിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ വേറെ ഇതൊന്നും കാണുന്നില്ല. ഇപ്പോൾ ബ്ലാക്ക് ആയാലും കാണാനായിട്ട് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാവും. പക്ഷേ അപ്പോൾ ഞാൻ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഈ ബോഡിയുടെ അകത്ത് വരുന്ന എല്ലാ ടെക്സ്റ്റിൻ്റെയും കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ബോഡി എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ സബ് ടാഗുകളുടെയും അണ്ടറിൽ വരുന്ന ടെക്സ്റ്റിൻ്റെ കളറും ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോഡിയിൽ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ സ്റ്റൈലിൽ ആക്സസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇവിടെ നമുക്ക് വൈറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഞാനിതിവിടെ റിഫ്രഷ് ചെയ്താൽ ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ഡോട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് ഒരു ഓർഡർ ഇല്ല. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഏതാണ് സെക്കൻഡ് ഏതാണ് ഇതൊരു അൺഓർഡർ ലിസ്റ്റ് നമുക്ക് ഇതിനെ പറയാം. ഓക്കെ, ഇനി ഇത് ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ UL മാറ്റിയിട്ട് ഓർഡർ ലിസ്റ്റിൻ്റെ Oയും L ആണ് കൊടുക്കുക. അതിൻ്റെ ക്ലോസിങ് ടാഗും നമ്മൾ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഓർഡർ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ റിഫ്രഷ് ചെയ്താൽ ഇവിടെ നമുക്ക് 1 2 3 4 അങ്ങനെയായിരിക്കും നമ്മുടെ ലിസ്റ്റ് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുക. അതിനെയാണ് ഓർഡറിങ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ വേണ്ടത് ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു ഹോം എന്ന് പറയുന്നതും പിന്നെ വേണ്ടത് എബൌട്ട്, പിന്നെ വേണ്ടത് കോണ്ടാക്ട്. ഓക്കെ, ഈ 3 ഓപ്ഷൻസാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മളിവിടെ ഓർഡർ ലിസ്റ്റ് എന്നുള്ള മാറ്റിയിട്ട് അൺഓർഡർ ലിസ്റ്റ് ആക്കാണ്. അൺഓർഡർ ലിസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ റിഫ്രഷ് ചെയ്താൽ ഹോം എബൌട്ട് കോണ്ടാക്ട്സ് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ CSS പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സൈഡിലേക്ക് പെർഫെക്റ്റ്ലി അലൈൻ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു അൺഓർഡർ ലിസ്റ്റാണ്. ഇവിടെ നമുക്കൊരു ലോഗോ ഉണ്ട്. ഇത് രണ്ടും നെയിവ് ബാറിൻ്റെ അകത്ത് തന്നെയാണ് വന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടിരുന്നു. അതായത് എന്തുകൊണ്ട് ഈ ഒരു ലിസ്റ്റ് ഐറ്റം ഈ ലോഗോൻ്റെ റൈറ്റ് സൈഡിൽ വന്നില്ല, ഇത് ഡയറക്റ്റ് താഴത്തോട്ട് വന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ വരാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു ലോഗോ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻറ്റിൻ്റെ അകത്തായിരിക്കാം. കാരണം ഇത് ഈ ഒരു ഫുള്ള് വിടുത്തെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫുള്ള് വിടുത്തിൻ്റെ ആവശ്യം ഉണ്ടാവാം. ഇതിനിവിടെ
ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഇല്ലാതിരിക്കാം. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒന്ന് കോഡിലേക്ക് നോക്കാം. ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ഒരു എന്താ പറയുക ബ്ലോക്ക് ലെവൽ എലമെൻ്റ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് അവിടെ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്കൊരു ഇൻസ്പെക്റ്റിനകത്ത് വരാം. ഇൻസ്പെക്റ്റിൻ്റെ അകത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഹെഡർ, നെവ് ബാർ, ഇമേജ്, അൺഓർഡർഡ് ലിസ്റ്റ്. ഓക്കെ നമുക്കിപ്പോൾ ഇവിടെ മനസ്സിലായി അൺഓർഡർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റ് ബ്ലോക്ക് ലെവൽ എലമെൻ്റാണ്. അത് ഫുൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ഈ ഒരു ഏരിയയിൽ ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലോക്ക് ലെവൽ എലമെൻറ്റിനെ ഒന്നെങ്കിൽ നമ്മൾ ഇൻലൈൻ എലമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു UL, അതായത് ആ ഒരു അൺഓർഡർഡ് ലിസ്റ്റിനെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതിനെ നമുക്ക് CSSലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ UL എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അതായത് എല്ലാ അൺഓർഡർഡ് ലിസ്റ്റിനെയും ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് എടുക്കും. ഓക്കെ, എല്ലാത്തിലേക്കും നമ്മളിവിടെ കൊടുക്കുന്ന സ്റ്റൈൽ അപ്ലൈ ആവും. പക്ഷെ നമുക്ക് ഈ ഒരു ലിസ്റ്റിലോട്ട് മാത്രം അത് അപ്ലൈ ആക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു എലമെൻറ്റിന് യൂണിക്കായിട്ട് നമുക്ക് ഇൻറ്റേർണൽ CSSO അല്ലെങ്കിൽ എക്സ്റ്റേണൽ CSSO ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ID സെലക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ID സെലക്ടർ എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റ്, ഇത് നമ്മുടെ ഈ ഒരു ടാഗാണ്. ഈ ടാഗിന് ID എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, ഈ ആട്രിബ്യൂട്ടിനകത്ത് നമ്മൾ ഈ ഒരു എലമെൻറ്റിന് അല്ലെങ്കിൽ ഈ ഒരു അൺഓർഡർഡ് ലിസ്റ്റിന് ഒരു യൂണിക് ID നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് മെനു കൊടുക്കാം ഫോർ നൗ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മെനു എന്ന് പറയുന്ന ഈ ഒരു ID വെച്ചിട്ടാണ് ഈ ഒരു അൺഓർഡർഡ് ലിസ്റ്റിനെ നമ്മൾ CSSൻ്റെ അകത്ത് നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു IDനെ നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ട് മെനു. അപ്പോൾ ID സെലക്ടറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോളോഡ് ബൈ എ ഹാഷ് സിമ്പിളാണ്. ഹാഷ് കഴിഞ്ഞിട്ട് നമ്മൾ മെനു ഒന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക. ഇത് നമ്മളുടെ ID സെലക്ടറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഡിസ്പ്ലേ നമ്മൾ പറഞ്ഞു, ഇതിപ്പോൾ നിലവിൽ അൺഓർഡർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആയിട്ടാണ് കിടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെ നമ്മൾ ഇൻലൈൻ എലമെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്പ്ലേ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഡിസ്പ്ലേയുടെ അകത്ത് നമുക്ക് കണ്ടോ ഇവിടെ ബ്ലോക്ക് ഉണ്ട്, കണ്ടൻസ് ഉണ്ട്, ഫ്ലെക്സ് ഉണ്ട്, ഗ്രിഡ് ഉണ്ട്, ഇൻലൈൻ ഉണ്ട്, അല്ലെങ്കിൽ നണ്ണുണ്ട്. നണ്ണെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യില്ല, അത് ഫുള്ളി ഹിഡൻ ആയി പോകും. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇതിനെ ചെയ്യാൻ പോകുന്ന ഒരു ഇൻലൈൻ എലമെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. നമുക്ക് ഈ ഒരു നെവ് ബാറിന് ഒരു സ്റ്റൈൽ കൊടുക്കാം. നെവ് ബാറിനകത്ത് നമുക്ക് ഡിസ്പ്ലേ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഫ്ലെക്സ്. ഓക്കെ, ഡിസ്പ്ലേ ഫ്ലെക്സ് ആക്കി കൊടുത്താൽ ഈ ഒരു നമ്മളിതിനെ നേവ് ടാഗിനാണ് ആക്സസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നേവിൻ്റെ അകത്ത് വരുന്ന എല്ലാ എലമെൻറ്റ്സും, അതായത് ഈ ഇമേജും ഈ അൺഓർഡർഡ് ലിസ്റ്റും, ഇത് രണ്ടും സൈഡ് ബൈ സൈഡായിട്ട് വരും. ഓക്കെ, വൺ വിൽ ബി ഇൻ ദ ലെഫ്റ്റ് സൈഡ്, വൺ വിൽ ബി ഇൻ ദ റൈറ്റ് സൈഡ്. ഓക്കെ, അങ്ങനെ സൈഡിലേക്കായിട്ട് വരും നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഫ്ലെക്സ് ആക്കി കൊടുക്കുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഫ്ലെക്സ് അതായത് ഡിസ്പ്ലേ ടൈപ്പ് ഫ്ലെക്സ് ആയിട്ട് കിടക്കുന്ന ഏതൊരു എലമെൻറ്റിൻ്റെയും ചൈൽഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ഇങ്ങനെ അലൈൻഡ് ആയിട്ടായിരിക്കും വരാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മളിത് ലിസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് തന്നെ ലിസ്റ്റിൻ്റെ ആ ഒരു ഡെക്കറേഷൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ലിസ്റ്റ് സ്റ്റൈൽ എന്നാണ് ഇത് നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് ഈ ഓരോ ലിസ്റ്റ് ഐറ്റത്തിൻ്റെയും ലിസ്റ്റ് സ്റ്റൈല് നമുക്ക് എന്താ പറയുക നണ്ണോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു അൺഓർഡർഡ് ലിസ്റ്റിൻ്റെ അകത്തുള്ള, അതായത് ഇതാണ് നമ്മുടെ അൺഓർഡർഡ് ലിസ്റ്റ്. നമ്മളിവിടെ നെവ് ബാർ ഫ്ലെക്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് എക്സാക്ട്ലി ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ലിസ്റ്റ് ഐറ്റമാണ് നമ്മളുടെ ഈ ഒരു ഡെക്കറേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റ് ഐറ്റംസിനെ, ഇതിൻ്റെ ഈ അൺഓർഡർഡ് ലിസ്റ്റിൻ്റെ അകത്തുള്ള ഓരോ ലിസ്റ്റ് ഐറ്റംസിനെ ആക്സസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അൺഓർഡർഡ് ലിസ്റ്റിൻ്റെ ID ആണ് മെനു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മെനുവിൻ്റെ ഈ ഒരു ID വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു അൺഓർഡർഡ് ലിസ്റ്റിന് ആക്സസ് ചെയ്യാം. അതിൻ്റെ അകത്തുള്ള ലിസ്റ്റ് ഐറ്റത്തിന് ആക്സസ് ചെയ്യാനായിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ലിസ്റ്റ് LI എന്ന് കൊടുക്കാം. അപ്പോൾ ഈ അൺഓർഡർഡ് ലിസ്റ്റിൻ്റെ അകത്തുള്ള LIനെയാണ് ഇപ്പോൾ നമ്മളിവിടെ നിന്ന് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊരു ലിസ്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലിസ്റ്റ് സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലിസ്റ്റ് സ്റ്റൈൽ നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. സ്ക്വയർ, അതുപോലെ തന്നെ സർക്കിളുണ്ട്. ഓക്കെ, സർക്കിളുണ്ട്, ഡിസ്ക് ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിത് നണ്ണാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് സേവ് ചെയ്താൽ നമ്മുടെ ആ ഒരു
ഈ ഒരു ഡെക്കറേഷൻ അല്ലെങ്കിൽ ഒരു സിമ്പിൾ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ ലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അത് നമ്മൾ നന്നാക്കി കൊടുത്തു. ഇനി നമുക്ക് ഇതിപ്പോഴും ഒരു എന്താ പറയുക വെർട്ടിക്കലി അലൈൻഡ് ആണ്. ഇതിന് നമുക്ക് ഹൊറിസോണ്ടലി ഹോം ഇവിടെ, എബൌട്ട് ഇവിടെ, കോണ്ടാക്ട്സ് ഇവിടെ, ആ രീതിയിലേക്ക് ആക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് ആക്കുന്നതിന് മുമ്പായിട്ട് ഇതിപ്പോൾ രണ്ടും ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് അലൈനായി കിടക്കുന്നത്. നമുക്ക് ഈ ഹോം എബൌട്ട് കോണ്ടാക്ട്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഇമേജും നമ്മുടെ അൺനോഡ് ലിസ്റ്റും കിടക്കുന്നത് നെയ്വ് എന്ന് പറയുന്ന ഈ ഒരു ടാഗിൻ്റെ അണ്ടറിലാണല്ലോ. അപ്പോൾ നമുക്ക് ഈ നെയ്വിൻ്റെ അകത്ത് ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സ്പേസ് ബിറ്റ്വീൻ കൊടുത്താൽ ഇതിൻ്റെ അകത്ത് വരുന്ന, അതായത് ഈ ടാഗിൻ്റെ അകത്ത് വരുന്ന എല്ലാ എലമെൻറ്റ്സും ബിറ്റ്വീനിൽ എന്തോരം മാക്സിമം സ്പേസ് ഇട്ട് നിൽക്കാൻ പറ്റുമോ അത്രയും സ്പേസ് ഇട്ടായിരിക്കും നിൽക്കാം. ഓക്കെ, നമുക്കിതിനൊന്ന് സേവ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്താൽ നമുക്ക് നമ്മുടെ ആ ഒരു അൺനോഡ് ലിസ്റ്റ് ഈ സൈഡിലും, അതായത് റൈറ്റ് സൈഡിലും ലോഗോ ലെഫ്റ്റ് സൈഡിലായിട്ട് കിട്ടും. അതായത് നമ്മുടെ ഇത് എന്തോരം മാക്സിമം സ്പേസ് ഇട്ട് നിൽക്കാൻ പറ്റുമോ അത്രയും സ്പേസ് കൊടുത്തിട്ടായിരിക്കും ഈ രണ്ട് എലമെൻറ്റ്സും അതിൻ്റെ അകത്ത് നിൽക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്കിത് റൈറ്റ് സൈഡിലുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഹൊറിസോണ്ടലി സെറ്റ് ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടലി സെറ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഒരു അൺനോഡ് ലിസ്റ്റാണ്. അൺനോഡ് ലിസ്റ്റിൻ്റെ അകത്തുള്ള ലിസ്റ്റ് ഐറ്റത്തിനെയാണ് നമുക്ക് ഹൊറിസോണ്ടലി സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അൺനോഡ് ലിസ്റ്റിനെ, അതായത് അൺനോഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അതിനൊരു ഐ ഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ID സെലക്ടർ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ എന്താ പറയുക ഡിസ്പ്ലേ ഫ്ലെക്സ് ആക്കി നമുക്ക് കൊടുക്കാം. ഓക്കെ, ഡിസ്പ്ലേ നമ്മളതിന് ഫ്ലെക്സ് ആക്കി കൊടുത്താൽ അതിൻ്റെ അകത്ത് വരുന്ന, അതായത് ഈ അൺനോഡ് ലിസ്റ്റിൻ്റെ അകത്ത് വരുന്ന ഓരോ എലമെൻറ്റ്സും സൈഡ് ബൈ സൈഡായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഓക്കെ, നമ്മളിതിനെ സേവ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്താൽ നമുക്കിതെല്ലാനും സൈഡിലോട്ടായിട്ട് വന്നു. ഇനി ഇതെല്ലാനും അടുപ്പിച്ചാണ് വന്നത്. നമുക്കിവിടെ ഓരോരോ സ്പേസ് വേണം. നമുക്ക് നല്ല ഡിസൈനിൽ, അതായത് നല്ലൊരു ഡെക്കറേഷനിൽ കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ സ്പേസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോ ഐറ്റത്തിനും റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ഓരോ മാർജിൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് മാർജിനാണ് കൊടുക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു 20 പിക്സൽ വെച്ച് കൊടുത്താൽ ഹോമിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു 20 പിക്സൽ സ്പേസ് വരും. എബൌട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു 20 പിക്സൽ സ്പേസ് ഇടും. കോണ്ടാക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടും ഒരു 20 പിക്സലോളം സ്പേസ് കയറി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കിടക്കുന്ന നമ്മുടെ ലിസ്റ്റ് ഐറ്റത്തിനാണ് നമ്മൾ ഈ ഒരു ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ അകത്ത് നമ്മൾ മാർജിൻ ലെഫ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ലെഫ്റ്റ് ഒരു 20 പിക്സൽ നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, നമുക്ക് ഇതിനെ റിഫ്രഷ് ചെയ്താൽ നമുക്കൊരു ചെറിയൊരു സ്പേസ് അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു 40 പിക്സലിൻ്റെ സ്പേസ് നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, 40 പിക്സൽ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്, ഇതിൻ്റെ മേളിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്, അല്ല ഇതിൻ്റെയൊക്കെ മേളിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. ഇതൊന്നും നമ്മൾ മാനുവലി കൊടുത്ത സ്പേസ് അല്ല. ഓക്കെ, ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് വന്ന സ്പേസാണ്. ഉണ്ട്, നമ്മളിവിടെയൊക്കെ ഹോൾഡ് ചെയ്താൽ അതിൻ്റെയൊക്കെ മേളിൽ കുറേ വേക്കൻറ്റ് സ്പേസസ് ഉണ്ടോ, അത് നമ്മൾ മാനുവലി കൊടുത്തതല്ല. അപ്പോൾ അങ്ങനെ ഡിഫോൾട്ടായിട്ട് വരുന്ന പ്രോപ്പർട്ടീസിനെ എല്ലാത്തിനെയും നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റൈലിനകത്ത് സ്റ്റാർ എന്ന് പറയുന്ന സംഭവം. സ്റ്റാർ എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ എലിമെൻറ്റ്സിനെയും, എല്ലാ ID സെലക്ടീസിനെയും, എല്ലാ ടാഗ്സിനെയും ഒന്നിച്ച് സെലക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മാർജിൻ നമ്മൾ സെറ്റ് ചെയ്യും 0. ഓക്കെ, 0 ആണെങ്കിൽ നമുക്കതിന് പിക്സലാണെന്നോ അല്ലെങ്കിൽ വേറെ അതിനൊരു യൂണിറ്റ് നമ്മളവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ പാഡിങ് നമ്മൾ 0 ആക്കണം. പിന്നെ വരുന്നതാണ് ബോക്സ് സൈസിങ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബോക്സ് സൈസിങ് നമ്മൾ കൊടുക്കുന്നത് ബോർഡർ ബോക്സ്, ഇത് ഇങ്ങനെ തന്നെ കൊടുക്കാം. പാഡിങ്ങും മാർജിനും 0 ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമ്മളിങ്ങനെ സേവ് ചെയ്യാം. അപ്പോൾ നമ്മളിത് എപ്പോൾ പേജ് സ്റ്റാർട്ട് ചെയ്താലും നമ്മുടെ ഇനീഷ്യൽ മാർജിനും ഇനീഷ്യൽ പാഡിങ്ങും ഇനീഷ്യൽ ബോക്സ് സൈസിങ്ങും എല്ലാനും ഡിഫോൾട്ട് അത് എല്ലാവരും റീസെറ്റ് ആവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളുടെ എല്ലാ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ അപ്ലൈ ആവും. അപ്പോൾ നമ്മൾ എന്ത് സ്റ്റൈലാണ് കൊടുക്കുന്നത് എക്സാക്ട്ലി അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലും റിഫ്ലക്റ്റ് ആവാം. നമ്മൾ ഇതിന് റിഫ്രഷ് ചെയ്താൽ ഓക്കെ, നമ്മുടെ ആ ഒരു എക്സ്ട്രാ സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഇമേജിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്പേസാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മാനുവലി ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും മേളിലോട്ടും ഒക്കെ മാർജിൻസ് മാനുവലി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ഇത് കൊടുക്കാൻ പോകുന്നത്, ഇത് നമ്മുടെ നേവ് ബാറാണ്.
അല്ലേ? അപ്പോൾ ഈ ഒരു നേവ് ബാറിനാണ് നമ്മൾ ഈ ഒരു സ്പേസ് കാര്യങ്ങൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നേവ് ബാർ ഉള്ളത്. നേവ് ബാറിൻ്റെ അകത്ത് നമുക്ക് മാർജിൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ മാർജിൻ ടോപ്പ്, മാർജിൻ ബോട്ടം, മാർജിൻ ലെഫ്റ്റ്, മാർജിൻ റൈറ്റ് അതൊക്കെ പഠിച്ചു. പക്ഷെ നമുക്ക് ഇതെല്ലാത്തിനെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരെണ്ണമാണ് മാർജിൻ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വെർട്ടിക്കലി സ്പേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 20, ഇപ്പോൾ വെർട്ടിക്കലി ഒരു 20 പിക്സലിൻ്റെ സ്പേസ് വേണമെങ്കിൽ 20 പിക്സലിന് കൊടുക്കുക. പിന്നെ നമുക്ക് ഹൊറീസോണ്ടലി ഒരു 40 പിക്സലിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ 40 പിക്സലിന് കൊടുക്കാം. അപ്പോൾ 20 പിക്സലിൻ്റെ മാർജിൻ വെർട്ടിക്കലിയും ആഡാവും, 40 പിക്സലിൻ്റെ മാർജിൻ ഹൊറീസോണ്ടലിയും ആഡാവും. ഓക്കെ, ഇത് നമുക്കൊന്ന് സേവ് ചെയ്തിട്ടൊന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് മേളിലോട്ട് ഒരു 20 പിക്സലും റൈറ്റ് സൈഡിലോട്ട് ഒരു 40 പിക്സലും നമുക്ക് ഗ്യാപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ കുറച്ചുകൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു 50 പിക്സലും ഹൊറീസോണ്ടലി ഒരു 100 പിക്സൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഇനി ഞാൻ ഈ ഒരു ഇൻസ്പെക്ട് വിൻഡോ ഇവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, പക്ഷെ നമ്മളിവിടെ നോക്കിയാൽ ഇത് ഈ ഒരു ലോഗോൻ്റെ കറക്റ്റ് അലൈനായിട്ടല്ല വന്നിരിക്കുന്നത്, അല്ലേ? ഇതിൻ്റെ ഒരു ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നേരെ താഴത്തോട്ട് ഇതിൻ്റെ സെൻറ്ററായിട്ട് നമുക്ക് കൊണ്ടുവരണം. ഈ ഒരു അൺഓർഡർ ലിസ്റ്റ് ഉണ്ടല്ലോ, ഈ അൺഓർഡർ ലിസ്റ്റിനെ നമുക്കൊന്ന് സെൽഫ് അലൈൻ ചെയ്യാം. സെൽഫ് അലൈൻ ചെയ്യാന്ന് പറയുമ്പോൾ അത് സ്വന്തമായിട്ട് തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് അതിന് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിനകത്ത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് അലൈൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അലൈൻ സെൽഫ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സെൻറ്റർ കൊടുക്കാം, എന്നിട്ട് സേവ് ചെയ്യാം. റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കത് അത് ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിനകത്ത് സെൻറ്ററിൽ വന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ചും കൂടി സ്പേസ് ആഡ് ചെയ്യാം, കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടൊരു 100 പിക്സലിൻ്റെ സ്പേസ് ഇടാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ ഫോണ്ട് എന്ന് പറയുന്നത് ഒരു ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ആക്ച്വലി. അപ്പോൾ നമുക്ക് എൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈലൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ അന്നോട് ലിസ്റ്റ് ഐറ്റമാണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് നമ്മൾ ലേറ്ററിലാണെങ്കിൽ ആഡ് ചെയ്യാൻ പോകുന്ന എല്ലാ ഫോണ്ടിൻ്റെയും സ്റ്റൈല് നമുക്ക് സെയിം ആയിട്ട് വരണം. അപ്പോൾ അതിനെയും ഈ ഒരു നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റൈൽ അഫക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇന്നറിൽ വരുന്ന എല്ലാ ടെക്സ്റ്റിനെയും അഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എല്ലാത്തിനെയും കവർ ചെയ്യുന്ന ഒരു പാരൻറ്റ് ടാഗിന് നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാത്തിനും കവർ ചെയ്യുന്ന നമ്മുടെ ബോഡി ടാഗാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോഡി ടാഗിൻ്റെ അകത്ത് നമുക്ക് ഫോണ്ടിൻ്റെ എന്തെങ്കിലും ഫോണ്ട് ഫാമിലിയൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമുക്കിവിടെ സാൻസ് സെരിഫ് ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ സാൻസ് സെരിഫ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിനെ റിഫ്രഷ് ചെയ്താൽ നമുക്കിവിടെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോണ്ട് നമുക്ക് കിട്ടി. 100 പിക്സൽ ആക്ച്വലി ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലോഗോ സെറ്റ് ചെയ്തു, 2 മെനു ഓപ്ഷൻസ് സെറ്റ് ചെയ്തു. ഇത് നമുക്ക് ഇച്ചിരി ബോൾഡായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് അതിൻ്റെ ഫോണ്ട് വെയിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോണ്ട് വെയിറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് ഫോണ്ട് വെയിറ്റ് നമ്മുടെ ഈ ഒരു ലിസ്റ്റ് ഐറ്റത്തിന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മാത്രം ഫോണ്ട് വെയിറ്റ് ചേഞ്ച് ചെയ്താൽ മതി. എൻ്റയർ വെബ്സൈറ്റിൻ്റെ ആ ഒരു ടെക്സ്റ്റിൻ്റെ വെയിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഫോണ്ട് വെയിറ്റ് നമ്മൾ ബോൾഡായിട്ട് സെറ്റ് ചെയ്താൽ ആ ഒരു ലിസ്റ്റ് ഐറ്റംസ് നമുക്ക് ബോൾഡായിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ബൈക്കിൻ്റെ ഇമേജിനെയാണ് നമ്മൾ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. നമ്മുടെ H2R ബൈക്കിൻ്റെ ഇമേജും റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയൊരു ടൈറ്റിലും ഒരു സബ് ടൈറ്റിലും പിന്നെ ഒരു ബുക്ക് നൗ എന്ന് പറയുന്ന ഒരു ബട്ടണാണ് നമ്മൾ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇമേജിനെ കൊണ്ടുവരണം. അപ്പോൾ ഇമേജിനെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ നേവ് ബാർ ടെമ്പററിലി ഇപ്പോൾ ഇവിടെ നമ്മൾ പോസ് ചെയ്യാണ്. അതായത് ഈ ഒരു ഏരിയ ഇതിനാണ് നമ്മൾ നേവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ മെയിനായിട്ടുള്ള ഇവിടെ നമ്മൾ ഡെക്കറേഷനിലേക്ക് വരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നേവിൻ്റെ പുറത്തോട്ട് വരാം. ഇത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇമേജിനെ ആഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഈ ഇമേജിന് നമ്മളൊരു സോഴ്സ് കൊടുക്കുകയാണ്, src image/h2r. ഓക്കെ, നമ്മളിവിടെ H2R-നെയാണ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്താൽ നമുക്ക് നമ്മുടെ H2R എന്ന് പറയുന്നത് നമ്മുടെ ബൈക്ക് ഇവിടെ നമുക്ക് വിസിബിളായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിതിൻ്റെ കുറച്ചുകൂടി സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട് വിഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഹൈറ്റ്
ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ വിഡ്ത്ത് യൂസ് ചെയ്യാൻ പോകണം. ഈ വിഡ്ത്തിനകത്ത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് പിക്സലായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ആയിട്ട് കൊടുക്കാം. പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഈ ബൈക്കിൻ്റെ വിഡ്ത്ത് വരേണ്ടതെന്നാണ്. അല്ലെങ്കിൽ ഹൈറ്റ് നമ്മൾ പെർസെൻറ്റേജിൽ കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഹൈറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഈ ഇമേജിൻ്റെ ഹൈറ്റ് വരേണ്ടതെന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 50% ഇതിൻ്റെ വിഡ്ത്തായിട്ട് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ നോക്കാം. 50% എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 50% നമ്മുടെ ഫുൾ എൻ്റെ വിഡ്ത്തിൻ്റെ 50% വിഡ്ത്ത് വരാവുന്ന രീതിയിലാണ് ഈ ഇമേജ് ഇപ്പോൾ സ്കെയിലായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയൊരു ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന H2 എന്ന് പറയുന്ന ടാഗ് അല്ലെങ്കിൽ H1 ടാഗ്. H സീരീസിലുള്ള ടാഗ്സാണ്. H1 ആണ് ഏറ്റവും വലുത്, അതുപോലെ തന്നെ H6 ആണ് ഏറ്റവും ചെറിയ ടൈറ്റിൽ. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും വലിയ ടൈറ്റിലാണ് വേണ്ടത് H1. നമുക്ക് ഇതിനെയും പിന്നെ നമുക്ക് സ്റ്റൈൽ കൊടുത്തിട്ട് ഇതിൻ്റെ സൈസും ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നാലും ഇതിന് വേറെയും കുറേ മീനിങ്സ് ഉണ്ട്. കാരണം ഇത് നമ്മുടെ SEO ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൈറ്റിൻ്റെ റാങ്കിങ്സിൽ മീനിങ്സ് അങ്ങനെ ഒത്തിരി മീനിങ്ങുകൾ കൺവേ ചെയ്യാനായിട്ട് കഴിവുള്ള കുറേ ടാഗുകളാണ് H1 H2 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് H2 ടാഗ് കൊടുക്കാം. ഇവിടെ നമ്മൾ കവാസാക്കി നിഞ്ച H2R എന്നാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. ഇത് നമ്മൾ ഇതിനെ റിഫ്രഷ് ചെയ്താൽ നമുക്ക് നമ്മളുടെ ടൈറ്റിൽ താഴെയായിട്ടാണ് വന്നത്. ഓക്കെ, ടൈറ്റിൽ താഴെയായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ നമ്മളിനി ഈ ഒരു എന്താ പറയുക നമ്മുടെ ഹെഡറിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തുക, ഇതിൻ്റെ സ്റ്റൈൽസിനെ ഇതിനെ നമുക്ക് റൈറ്റിലോട്ട് അലൈൻ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരിക്കലും നമ്മുടെ നെവ് ബാറിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മളിവിടെ വരുത്തുന്ന ചേഞ്ച് ഇതിനെ നമ്മൾ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് കണ്ടെയ്നറിലോട്ടാക്കണം. എന്നിട്ട് ഇതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ആ ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ സ്റ്റൈൽസിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം നമ്മൾ ഈ ഒരു H2Rൻ്റെ ഇമേജും ഈ ഒരു ടൈറ്റിലും ഈ രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ ഒരു സെപ്പറേറ്റ് കണ്ടെയ്നറിലോട്ട് ആക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടെയ്നറിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് div ടാഗ് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഡിവിഷൻ എന്ന് നമുക്കിതിനെ പറയാം. ഓക്കെ, ഈ div ടാഗിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു 2 എലമെൻസിനെ കൊണ്ടുവന്നിടാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിലവിൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാമെന്ന് നോക്കിയാൽ ഡിഫറൻസ് ഒന്നും തന്നെ നമുക്ക് കാണില്ല. അത് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇതിനൊരു കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഡിവിനെ ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. പക്ഷേ നമ്മൾ ഇതിനകത്ത് ലേറ്ററിൽ വേറെയും div ടാഗുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെല്ലാത്തിനും ഈ സ്റ്റൈൽ അപ്ലൈ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതിനും ഒരു യൂണിക് ID നമുക്ക് കൊടുക്കാം. ഓക്കെ, യൂണിക് ID നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ ID നമുക്ക് ആണെങ്കിൽ ഹെഡർ -main എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഹെഡർ മെയിൻ. അപ്പോൾ നമ്മൾ ID സെലക്ടറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ #ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഹെഡർ മെയിൻ കൊടുക്കുക. ഓക്കെ, ഹെഡർ മെയിൻ നമ്മൾ ആക്സസ് ചെയ്യണം. ഇനി നമുക്ക് ഹെഡർ മെയിൻ്റെ ഡിസ്പ്ലേ ഫ്ലെക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഡിസ്പ്ലേ ഫ്ലെക്സ് ആണെങ്കിൽ നമ്മുടെ എലമെൻറ്റ്സ് എല്ലാം ഹൊറിസോണ്ടലി അലൈൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഫ്ലെക്സ് ആയിട്ട് കൊടുക്കാം. ഫ്ലെക്സ്. ഇനി നമ്മൾ ഇതിനെ റിഫ്രഷ് ചെയ്താൽ ഇത് റൈറ്റ് സൈഡിലേക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡിൽ വന്ന ഈ സാധനം ഇനി നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സബ് ടൈറ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് റൈറ്റ് സൈഡിൽ വരാൻ പാടില്ല, ഈ ഒരു ടെക്സ്റ്റിൻ്റെ തൊട്ട് താഴെയാണ് വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഫുള്ള് ഏരിയനെ നമ്മൾ വേറൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ അതെല്ലാനും ഒരു സെപ്പറേറ്റ് ഇത് എൻറ്റിറ്റി പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു H2 അല്ലെങ്കിൽ ഈ H1 എന്ന് പറയുന്ന ഈ ഒരു ടാഗിനെ നമ്മൾ വേറൊരു ഡിവിൻ്റെ അകത്തോട്ട് ആക്കാനായിട്ട് പോകണം. div. ഓക്കെ, നമ്മളിപ്പോൾ H1നെ വേറൊരു ഡിവിൻ്റെ അകത്തോട്ടേക്ക്, അതായത് ഇപ്പോൾ നമ്മുടെ ഹെഡർ മെയിൻ്റെ അകത്തുള്ള 2 എലമെൻറ്റ്സ് ആണ്. ഒന്ന് ഇമേജും പിന്നെ ഒന്ന് വേറൊരു ഡിവും ആണുള്ളത്. അപ്പോൾ ഇമേജ് ഒരു സൈഡിൽ വരും, ഈ ഡിവ് വേറെ സൈഡിൽ വരും. പക്ഷേ ഈ ഡിവിൻ്റെ അകത്ത് വരുന്ന എലമെൻറ്റ്സ് എല്ലാനും വെർട്ടിക്കലി ആയിരിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് അനുസരിച്ചിരിക്കും. ഇത് സെപ്പറേറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു പാരഗ്രാഫ്, അത് നമുക്കൊരു സബ് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു P ടാഗ് യൂസ് ചെയ്യാം.
ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നമുക്കിവിടെ എന്താ പറയുക, നിഞ്ച H2R ഈസ് വൺ ഓഫ് ദ ടോപ്പ് 10 ഫാസ്റ്റസ്റ്റ് bikes in the world, which can cross 400 kilometers per hour. ഓക്കെ, നമ്മൾ ഇതിനൊന്ന് റിഫ്രഷ് ചെയ്താൽ നമുക്കത് നമ്മളുടെ തൊട്ട് താഴെയായിട്ട് കിട്ടും. ഓക്കെ, ഇത് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. കാരണം നമുക്ക് പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് റൈറ്റ് സൈഡിലോട്ട് പോകത്തില്ല. ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് ആയതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ബട്ടൺ ആഡ് ചെയ്താലും ഇതിൻ്റെ താഴെ തന്നെ ആയിരിക്കും വരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു സബ് ടൈറ്റിൽ പോലെ ആഡ് ചെയ്തു. ഇനി നമുക്കിവിടെ H1 എന്ന് പറയുന്നത് ഇച്ചിരി ചെറുതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ആ ഒരു ഫോണ്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മുടെ H1 ഉള്ളത്. ഇത് നമ്മുടെ ആ ഒരു ഹെഡർ മെയിനിൽ വരുന്ന ഡിവാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു എലിമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഹെഡർ മെയിനിൻ്റെ ID ഉപയോഗിച്ചിട്ട് ഹെഡർ മെയിനിലോട്ട് പോവാം. അതിൻ്റെ അകത്ത് ആണ് നമുക്ക് ഈ ഒരു ഡിവ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡർ മെയിൻ്റെ അകത്തുള്ള ഡിവിലേക്ക് പോവാം. അതിൻ്റെ അകത്തുള്ള H1 ടാഗിലേക്ക് പോവാം. അല്ലേ, നമ്മുടെ ഈ ഒരു ഹെഡർ മെയിൻ ID ഉപയോഗിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അതിൻ്റെ അകത്തുള്ള ഡിവിലേക്ക് പോയി. അതിൻ്റെ അകത്തുള്ള H1 ടാഗിലേക്ക് പോയി. ഇനി ഇതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഇവിടെ നമുക്ക് ഓൾറെഡി ഇത് വന്നിട്ടുണ്ട് എനിക്ക്. അത് നമുക്കിവിടെ ഫോണ്ട് സൈസ് സെറ്റ് ചെയ്യാം. ഫോണ്ട് സൈസ് ഒരു 60 പിക്സൽ, അറിയത്തില്ല, 60 പിക്സൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അത്യാവശ്യം സൈസ് ഉണ്ട്. ഓക്കെ, നമുക്കിതിനൊരു 2 ലൈൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു സിംഗിൾ ലൈനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കവാസാക്കി ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ബ്രേക്ക് കൊടുത്തിട്ട് നിഞ്ച H2Rനെ സെക്കൻഡ് ലൈനിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു കവാസാക്കി കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു ബ്രേക്കിൻ്റെ ടാഗ് അല്ലെങ്കിൽ ഒരു BR ടാഗിന് നമുക്ക് യൂസ് ചെയ്യാം. BR ടാഗ് നമ്മൾ റിഫ്രഷ് ചെയ്താൽ ആ ബ്രേക്ക് ചെയ്തിട്ട് താഴത്തോട്ട് വരും. ഇനി നമുക്കിത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ മേളിൽ അല്ലെങ്കിൽ പാരഗ്രാഫിന് മേളിലായിട്ട് ഒട്ടും സ്പേസ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഹെഡിങ്ങിന് താഴത്തോട്ട് ഒരു മാർജിൻ കൊടുത്താൽ നമുക്ക് ഇവിടെ ഇച്ചിരി സ്പേസ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു H1ൻ്റെ അകത്ത് മാർജിൻ ബോട്ടം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഒരു 50 പിക്സൽ മാർജിൻ ബോട്ടം നമുക്ക് കൊടുത്തു. റിഫ്രഷ് ചെയ്താൽ ഓക്കെ, നമുക്കിവിടെ ഒരു കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു H2R ബൈക്കിനെ കുറിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് H2R സെർച്ച് ചെയ്യാം. നമുക്കിവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് കൊടുക്കാം. നമ്മൾ ഇനി നമ്മുടെ സൈറ്റ് റിഫ്രഷ് ചെയ്താൽ അത്യാവശ്യം കണ്ടൻറ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഈ ഒരു ആ ഒരു അറ്റം വരെ പോയിട്ടുണ്ട് അല്ലേ. നമുക്കിതിനെ കൺസ്ട്രെയിൻ ചെയ്തിട്ട് ഒരു ഫിക്സഡ് വിഡ്ത്തിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരണം. ഓക്കെ, അതിനോട് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഒട്ടും മാർജിൻ ഇല്ല ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റ് സൈഡിലേക്കും അതായത് ഹൊറിസോണ്ടലി കുറച്ച് മാർജിൻ ആഡ് ചെയ്യണം. അതായത് നമ്മുടെ ഹെഡർ മെയിൻ എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്താണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ ഹെഡർ മെയിൻ. ഇവിടെ നമുക്ക് ഒരു മാർജിൻ ഓക്കെ മാർജിൻ ആഡ് ചെയ്യാം. നമുക്ക് വെർട്ടിക്കലി മാർജിൻസ് ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഇൻ കേസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 20 പിക്സൽ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഹൊറിസോണ്ടലി ഒരു 100 പിക്സലും നമുക്ക് ആഡ് ചെയ്യാം. റിഫ്രഷ് ചെയ്താൽ ഓക്കെ, നമുക്കിതിപ്പോൾ കുറച്ച് കൺസ്ട്രെയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 100 പിക്സൽ വേണമെന്നില്ല, അല്ലെങ്കിൽ ഇച്ചിരി കുറയ്ക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 80 പിക്സലായാലും ഓക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ കുറച്ച് സ്പേസ് വേണം. അതായത് ഈ ഇമേജിനും ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഏരിയയ്ക്കും വേണ്ടിയിട്ട് നമുക്കൊരു ബിറ്റ്വീനിലൊരു സ്പേസ് കൊടുക്കണം. അങ്ങനെ കൊടുക്കാനായിട്ട് നമുക്ക് എങ്കിൽ ഈ ഒരു ഡിവ് ടാഗിന് സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഡിവ് ടാഗിന് ഡയറക്റ്റ് ഒരൊറ്റ സിംഗിൾ പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആക്സസ് ചെയ്യണമെന്നില്ല, ചെയ്യണമെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എന്തായാലും ആ ഒരു ഇന്ത്യൻ സ്റ്റൈലിൻ്റെ ഫോർമാറ്റിൽ തന്നെ വരാം. അപ്പോൾ നമുക്കിവിടെ ഹെഡർ മെയിനിലോട്ട് പോകാം. ഹെഡർ മെയിൻ എന്നിട്ട് ഡിവ് ടാഗ്, എന്നിട്ട് അതിന് നമ്മളൊരു മാർജിൻ ലെഫ്റ്റ് കൊടുക്കാം.
മാർജിൻ ലെഫ്റ്റ്, അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കുറച്ചിങ്ങനെ മാർജിൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്പേസ് കിട്ടും. മാർജിൻ ലെഫ്റ്റ് ഒരു പിക്സൽ, ഓക്കെ 50 പിക്സൽ കൊടുക്കുക. ഇനി നമുക്കിവിടെ ഒരു ഇതൊട്ടും ഹൈറ്റ് ഇല്ല, നമുക്ക് ഓരോ ലൈൻസിനും ഇൻ ബിറ്റ്വീനിൽ കുറച്ച് ഹൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിവിടെ പാരഗ്രാഫ് ടാഗാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫ് ടാഗിനെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ പാരഗ്രാഫിനും നമുക്ക് അത്രയും സ്പേസ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു ടാഗിനെ എലമെൻറ്റ് വെച്ചിട്ട് എലമെൻറ്റിൻ്റെ നെയിം വെച്ചിട്ട് നമുക്ക് കോൾ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈൻ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ലൈൻ ഹൈറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമ്മൾ ഓരോ ലൈൻ കഴിഞ്ഞിട്ട് 1.1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫോൾട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1.2 EM എന്ന് കൊടുക്കുക. EM നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു 1.5 ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി കാണാനാണ്, കുറച്ചുകൂടി വിഷ്വലി അപ്പീലിംഗ് ആണ്. ഓക്കെ, നമുക്കൊരു 1.7 കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയായിട്ട് ഒരു ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ബുക്ക് നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു ഡിവിൻ്റെ അകത്താണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ടൈറ്റിൽ കൊടുത്തു, അതിൻ്റെ താഴെ ഒരു സബ് ടൈറ്റിൽ നമ്മളൊരു പാരഗ്രാഫ് മോഡിൽ കൊടുത്തു. ഇനി അതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം ബട്ടൺ എന്ന് പറയുന്ന ടാഗ് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ബുക്ക് നൗ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ബുക്ക് നൗ നമ്മളതിനെ റിഫ്രഷ് ചെയ്താൽ നമുക്കിവിടെ ഒരു ബുക്ക് നൗ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്കറിയാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബട്ടണാണ്. നമുക്കിതിനെ സ്റ്റൈൽ ചെയ്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ ബട്ടണാക്കി മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മേളിലോട്ട് ഒരു ഇച്ചിരി സ്പേസ് കൊടുക്കാം. അപ്പോൾ മേളിലോട്ട് നമുക്ക് ഈ ഒരു ബട്ടനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ നമുക്ക് ഒത്തിരി ഡെക്കറേഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എല്ലാ ബട്ടൺസിലേക്കും വേണ്ടിയിട്ട് ഞാനൊരു കോമൺ ഇത് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് തന്നെ മേളിലോട്ടൊരു മാർജിൻ കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, മാർജിൻ മേളിലോട്ട് നല്ല എല്ലാ സൈഡിലോട്ടും നമ്മൾ ഈക്വലി ഒരു മാർജിൻ കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ വെർട്ടിക്കലി ഒരു മാർജിൻ, അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ഒരു മാർജിൻ. ഓക്കെ, അപ്പം അത് ഉദ്ദേശിക്കുന്ന ഒരു 40 പിക്സൽ നമുക്ക് മാർജിനായിട്ട് ഇതിന് നമ്മൾ മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഇവിടെ നമുക്ക് ഉള്ളിലൊരു ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ബോർഡർ ഉണ്ട്. ഈ ടെക്സ്റ്റിൻ്റെയും ഈ ഒരു ഇതിൻ്റെ ബോർഡറിൻ്റെയും ഇൻ ബിറ്റ്വീനിലുള്ള സ്പേസ്, ആ സ്പേസിന് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ കണ്ടൻറ്റിൻ്റെയും കണ്ടെയ്നറിൻ്റെയും തമ്മിലുള്ള ബിറ്റ്വീനിലുള്ള സ്പേസ്. ഓക്കെ, ആ ഒരു സ്പേസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്പേസിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെയാണ് നമ്മൾ പാഡിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. മാർജിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ബോർഡറിൽ നിന്നും നമ്മൾ എന്തെങ്കിലും സ്പേസ് പുറത്തേക്ക് തള്ളി നീക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ മാർജിൻ യൂസ് ചെയ്യുന്നത്. പാഡിങ് യൂസ് ചെയ്യുന്നത് നമ്മുടെ എലമെൻറ്റിൻ്റെ അകത്തുള്ള മെയിൻ കണ്ടൻറ്റ് ഉണ്ടല്ലോ, ഇതിനകത്ത് മെയിൻ കണ്ടൻറ്റ് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റാണ്. അതായത് നമ്മളിപ്പോൾ നമുക്ക് ഇവിടെ ബുക്ക് നൗ എന്ന് പറയുന്ന ടെക്സ്റ്റാണ്. അപ്പോൾ അതും ആ എലമെൻറ്റിനെ സറൗണ്ട് ചെയ്യുന്നൊരു ബോർഡർ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ആ ബോർഡറും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ഇവിടെ പൊട്ടുന്ന ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിനെ കൂട്ടാനായിട്ടാണ് നമ്മൾ പാഡിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ എക്സാക്ട്ലി മാർജിൻ കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ പാഡിങ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യും. ഇവിടെ വെർട്ടിക്കലി പാഡിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കും, സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് ഹൊറിസോണ്ടൽ പാഡിങ് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇനി ഇതിനെ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്താൽ നമുക്കിവിടെ കറക്റ്റ് നമുക്ക് ആ ഒരു സ്പേസ് ഒക്കെ ഇട്ടിട്ട് ഒരു ബുക്ക് നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ബട്ടൻ്റെ അകത്ത് വരുന്ന ടെക്സ്റ്റിനെ കുറച്ചും കൂടി സൈസ് നമുക്ക് കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ബട്ടൻ്റെ അകത്ത് വരുന്ന ഫോണ്ടിൻ്റെ സൈസ്, ഫോണ്ട് സൈസ് നമ്മൾ നമുക്ക് ലാർജ് ഇന്ന് കുറച്ച് പ്രീ ഡിഫൈൻഡ് എക്സാമ്പിൾസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന ഒരു 24 പിക്സൽ നമുക്ക് കൊടുത്ത് നോക്കാം. നമ്മൾ റിഫ്രഷ് ചെയ്താൽ ബുക്ക് നൗ നമുക്ക് അത്ര വേണ്ട ഒരു 20 പിക്സൽ. ഓക്കെ, ബുക്ക് നൗ ഇത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഈ സ്പേസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാർജിൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി നമുക്ക് 0 ആയിട്ട് സെറ്റ് ചെയ്യാം, നമുക്ക് വെർട്ടിക്കലി മാത്രം നമുക്ക് മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബുക്ക് നൗ എന്ന് പറയുന്നൊരു ബട്ടൺ കൊടുത്തു. ഇനി നമുക്ക് ഈ ബട്ടന് കുറച്ച് കോർണർ റേഡിയസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അങ്ങനെ കൊടുക്കാനും നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡർ റേഡിയസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ നമുക്കൊരു ഉണ്ടാവും, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ 20 പിക്സൽസിൽ നമുക്ക് ബോർഡർ റേഡിയസ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്കിവിടെ ഒരു 20 പിക്സലും കൊടുക്കാം. നമുക്ക് ആക്ച്വലി 20 പിക്സലില്ലേലും കുഴപ്പമില്ല, ഒരു 10 പിക്സലാണെങ്കിലും ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, 10 പിക്സലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം നമ്മുടെ ലോഗോൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു റെഡിഷ് കളറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടൻ്റെ കളറും നമുക്ക് ഈ ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും നമുക്കൊരു റെഡിഷ് കളറിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ബട്ടൺ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റെഡായിട്ട് കൊടുക്കാം. റെഡ് നമുക്ക് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് റെഡായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിനെ മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ VS കോഡിലാണെങ്കിൽ ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്താണെങ്കിൽ നമ്മൾ ഈ ഒരു കളറിൻ്റെ മുകളിൽ ഹോവർ ചെയ്താൽ നമുക്ക് ഇതിനൊരു കളർ പാലറ്റ് കിട്ടും. ഇവിടെ നമുക്ക് കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇങ്ങനെ ഡിഫർ ചെയ്തിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു കളർ സെലക്ട് ചെയ്തു, അതിനെ സേവ് ചെയ്തിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്തിട്ട് ആ കളർ നമുക്ക് ഇവിടെ അപ്ലൈ. ഓക്കെ, നമുക്കിവിടെ റിഫ്രഷ് ചെയ്തിട്ട് തിരിച്ച് റെഡിലോട്ട് തന്നെ കൊണ്ടുവന്നു. ഇനി നമ്മൾ റെഡ് കളറാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് ആയിട്ട് വയ്ക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഓക്കെ, കാരണം നമുക്ക് വിഷ്വലി കാണാനായിട്ട് എളുപ്പമുണ്ടാവുക വൈറ്റായിട്ട് വയ്ക്കുമ്പോഴായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കളർ വൈറ്റായിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റായി. ഇനി നമ്മുടെ ടെക്സ്റ്റിൻ്റെ അതേ ഫോണ്ടിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബോൾഡായിട്ട് കൊടുക്കണം. ഓക്കെ, നമുക്കൊരു ബട്ടൺസിൻ്റെ ഫോണ്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ബോൾഡായിട്ടാണ് വയ്ക്കാറ്. പക്ഷെ നമ്മളിവിടെ സൂക്ഷിച്ച് നോക്കിയാൽ ഈ ഒരു ബട്ടൺ നമുക്കൊരു ബോർഡറിലൊരു ലൈൻ പോലെ കാണാൻ പറ്റും ഇല്ലേ? അപ്പോൾ ആ ഒരു ലൈൻ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പോകണം. ആ ഒരു ലൈൻ നമുക്ക് കുറച്ച് വിയേർഡായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബോർഡർ എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാം. ബോർഡർ നൺ കൊടുത്താൽ ആ ഒരു ബോർഡർ നമുക്ക് അവിടെ നിന്ന് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നമുക്കിവിടെ ഒരു ഗ്രീൻ കളറാണ് ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ടതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീനിൽ നമുക്കൊരു സെക്കൻഡറി കളറായിട്ട് നമുക്കൊരു ഗ്രീൻ കളർ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കളർ നമുക്കൊന്ന് ഗ്രീനും കൂടി ആക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഗ്രീൻ ആണെങ്കിലും എനിക്കിപ്പോൾ ഇവിടെ ഗ്രീൻ കളറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം ഈ ഒരു ഇമേജായിട്ട് കണക്റ്റ് ആവുന്നത് കുറച്ചും കൂടി ഗ്രീൻ കളറാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു കുഴപ്പമില്ലാത്തൊരു ലാൻഡിംഗ് പേജ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഐ പ്രിഫർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വേറൊരു അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായത് നമ്മുടെ ഹെഡർ മെയിൻ എന്ന് പറയുന്നത് ഹെഡർ മെയിനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും നമ്മുടെ ഈ ഒരു നേവ് ബാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് കംപ്ലീറ്റ്ലി പ്യുവർ ബ്ലാക്ക് ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒട്ടും സ്പേസ് ഇല്ല. ഓക്കെ, യു ക്യാൻ ഫീൽ ദാറ്റ് വിയർനെസ്. ദാറ്റ് മീൻസ് നമ്മളിവിടെ മാർജിനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മാർജിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോർഡർ ചെയ്യുന്ന പുറത്തോട്ടാണ് നമുക്ക് സ്പേസ് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ഈ ഒരു കംപ്ലീറ്റ് വിഡ്ത്തിലോട്ട് ഈ ഒരു ബ്ലാക്ക്നെസ് കയറിയേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർജിനെ പാഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അതിനെ പാഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാർജിനെ നമ്മൾ പാഡിങ്ങിന് കൊടുക്കാം. ഇനി നമ്മളിതിനെ റിഫ്രഷ് ചെയ്താൽ നമുക്കതൊരു കംപ്ലീറ്റ് വിഡ്ത്തിൽ വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്കൊരു വെർട്ടിക്കലിയും കുറച്ച് പാഡിങ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വെർട്ടിക്കലി നമ്മൾ നിലവിൽ 20 പിക്സലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു 80 പിക്സലിലോട്ട് തന്നെ മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ HTML CSSൻ്റെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുവിധം നമുക്ക് CSS എങ്ങനെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാം ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇതുവരെ ടിൽ ദ എൻഡ് ഈ ഒരു HTML CSS ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടിരുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ലോട്ട്സ് ഓഫ് താങ്ക്സ്. സോ ഹോപ്പ് യു ക്യാൻ ഡു ദിസ്. അതുപോലെ തന്നെ നിങ്ങളിത് കൂടുതൽ പ്രൊജക്റ്റുകൾ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുക. നിങ്ങൾ തന്നെ ഏതെങ്കിലും അല്ലെങ്കിൽ വേറൊരു വെബ്സൈറ്റിനെ കോപ്പി ചെയ്യുക, ക്ലോൺ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം കോഡ് ചെയ്യുന്നു അത്രയും നിങ്ങളുടെ ആ ഒരു സ്കില്ലും കാര്യങ്ങളും ഒത്തിരി കൂടും. ഇത് മാത്രമല്ല HTML CSSനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇനി അഡീഷണലായിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാവരും നിങ്ങൾക്ക് തന്നെ സ്വയം ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്.